മീറ്റിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അപ്പന്റെ സന്നിധിയിൽ കഴിക്കുന്ന ആരാധനയുള്ള സ്തോത്രങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവ് ചന്ത ഉചിതവുമായി ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം സർവശക്തന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കർത്താവെ ആരംഭിക്കുന്നു. പിന്നെ മംശി പാട്ട് പാടിക്കോ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പാതപടത്തിൽ അടുത്ത് വരികയാവുന്ന കർത്താവേ, അടികൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ ഇവിടുത്തെ കൃപ കൊണ്ട് അടികളെ നിറയ്ക്കുവാനും പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങളുടെ വായിലെ വാക്കുകൾ ഹൃദയത്തിലെ ധ്യാനങ്ങളൊക്കെ അപ്പന് പ്രസാദരമായി തീരുവാൻ തക്കൊണ്ട് സഹായിക്കുന്ന കർത്താവെ. കൂടി വരുന്ന എല്ലാ മക്കളെയും അപ്പന്റെ പാതപടത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ഇന്ന് രാത്രി കാലത്തെ വചനം കർത്താവ് ഞങ്ങൾക്കത് അനുഗ്രഹത്തിന് അതാണ് തിരുവാൻ തക്കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ക്ഷമിക്കുന്നതാണ്. സ്തോത്രം. സുന്ദരിയെ നിന്റെ പ്രിയനെന്തോ വിശേഷതേ, എന്റെ പ്രിയൻ ചുവപ്പോടോ നല്ല വെൺമാലകൾ വെൺമ കലർന്നോരു വീരൻ, എന്റെ പ്രിയൻ ചുവപ്പോടോ നല്ല വെൺമ കലർന്നോരു വീരൻ. 1000 ഭക്താളെ നോക്കൂ, അതിൽ എന്നെ മുഖ്യനായുണ്ട്. 1000 ഭക്താളെ നോക്കൂ, അതിൽ എന്നെ മുഖ്യനായുണ്ട്. പൊന്നിന്റെ കട്ടയെ നോക്കൂ, അതിൽ എന്നെ ചുവിന്താലയുണ്ട്. പൊന്നിന്റെ കട്ടയെ നോക്കൂ, അതിൽ എന്നെ ചുവിന്താലയുണ്ട്. അന്തേരിക്കാക്കയെ നോക്കൂ, അതിൽ എന്നെ ചുവിൻമുടിയുണ്ട്. കാക്കയെ നോക്കൂ, അതിൽ എന്നെ ചുവൻമുടിയുണ്ട്. പ്രാക്കളിൻ കൺകൾ നോക്കൂ, അതിൽ യേശുവിൻ കൺകളുണ്ട്. പ്രാക്കളിൽ കൺകൾ നോക്കൂ, അതിൽ യേശുവിൻ കൺകളുണ്ട്. നന്മണ പൂന്തോട്ടം നോക്കൂ, അതിൽ എന്നെ ചുവിൻ കാവിലുണ്ട്. നന്മണ പൂന്തോട്ടം നോക്കൂ, അതിൽ എന്നെ ചുവിൻ കാവിലുണ്ട്. താമരപ്പൂവിനെ നോക്കൂ, അതിൽ യേശുവിൻ ചുണ്ടുണ്ട്. താമരപ്പൂവിനെ നോക്കൂ, അതിൽ യേശുവിൻ ചുണ്ടുണ്ട്. പച്ച പതിച്ച പൊന്നോക്കൂ, അതിൽ യേശുവിൻ കൈകളുണ്ട്. പച്ച പതിച്ച പൊന്നോക്കൂ, അതിൽ യേശുവിൻ കൈകളുണ്ട്. നിലയ്ക്കൽ ദന്തത്തെ നോക്കൂ, അതിൽ യേശുവിൻ വയറുണ്ട്. നിലയ്ക്കൽ ദന്തത്തെ നോക്കൂ, അതിൽ യേശുവിൻ വയറുണ്ട്. തങ്കത്തിൽ വെങ്ക നോക്കൂ, അതിൽ യേശുവിൻ തൊട്ടയുണ്ട്. തങ്കത്തിൻ വെൺകൾ നോക്കൂ, അതിൽ യേശുവിൻ തുടയുണ്ട്. ദേവതാരമാരം നോക്കൂ, അതിൽ യേശുവിൻ ഗാത്രമുണ്ട്. ദേവതാരമാരം നോക്കൂ, അതിൽ യേശുവിൻ ഗാത്രമുണ്ട്. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തൊരു കുമാരൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തൊരു കുമാരൻ. ചാലെ മേലെ മംഗമാരേ ഇവൻ
എന്റെ പ്രിയതാമന്യൂനം സാലേമിലെ മന്ദമാരനുവേ എന്റെ പ്രിയതാമന്യൂനം നല്ലൊരു സുന്ദരി എന്റെ പ്രിയനെന്തോ വിശേഷതയുള്ളൂ എന്റെ പ്രിയൻ ചുവപ്പോടും നല്ല വെൺമല കലർന്നോരു വീരൻ എന്റെ പ്രിയൻ ചുവപ്പോടോ നല്ല വെൺമ കലർന്നോരു വീരൻ നല്ലൊരു സുന്ദരി നിന്റെ പ്രിയനെന്തോ വിശേഷത എന്റെ പ്രിയൻ ചുവപ്പോടും അല്ല വെണ്മ കലർന്നോരു വീരൻ നാശെന്നോ എന്റെ രക്ഷിതാവിലാകയാൽ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുവേ നാശെന്നോ എന്റെ രക്ഷിതാവിലാകയാൽ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുവേ എന്റെ വല്ലവൻ എനിക്ക് നല്ലവൻ എന്റെ വല്ലവൻ എനിക്ക് നല്ലവൻ നാശെന്നോ എന്റെ രക്ഷിതാവിലാകയാൽ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുവേ വെറും മുള്ളുകൾക്കിടയിൽ നല്ല താമര പോലെ ചെറുകന്യകമാർ നടുവിലൻ പ്രിയനിതാ മുള്ളുകൾക്കിടയിൽ നല്ല താമര പോലെ ചെറുകന്യകമാർ തന്നടുവിലൻ പ്രിയനിതാ ചന്ദ്രതുല്യമായി ശോഭിച്ചിടുന്നു ചന്ദ്രതുല്യമായി ശോഭിച്ചിടുന്നു എന്നാശിരുന്നു എന്റെ രക്ഷിതാവിലാകയാ നാശോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ അവൻ എന്നാശിരുന്നു എന്റെ രക്ഷിതാവിലാകയാ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ അവൻ കാട്ടുമരങ്ങൾ നടുവിൽ നാരകം പോലെ കൂട്ടുസഖിമാർ നടുവിലൻ പ്രിയനിതാവൻ കാട്ടുമരങ്ങൾ നടുവിൽ നാരകം പോലെ കൂട്ടുസഖിമാർ നടുവിലൻ പ്രിയനിതാ സന്തോഷത്തോടെ വാസം ചെയ്യുന്നു സന്തോഷത്തോടെ വാസം ചെയ്യുന്നു നാശിന്നു എന്റെ രക്ഷിതാവിലാകയാൽ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ എങ്കരമി മുന്തിരിത്താടങ്ങൾ വിലസിടും ഇലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യനെന്റെ വല്ലവൻ എങ്കരമി മുന്തിരിത്താടങ്ങൾ വിലസിടും ഇലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യനെന്റെ വല്ലവൻ സൗരഭ്യവാസന തൂകിയിടും ഇതാ സൗരഭ്യവാസന തൂകിയിടും നാശിന്നു എന്റെ രക്ഷിതാവിലാകയാ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ അവൻ നാശിന്നു എന്റെ രക്ഷിതാവിലാകയാ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ എന്നോടുകൂടെ പാർത്തിരുന്ന പ്രാണവല്ലവൻ എന്നെ വെറുതെങ്ങു പോയി മറഞ്ഞു നിൽക്കുന്നു എന്നോടുകൂടെ പാർത്തിരുന്ന പ്രാണവല്ലവൻ എന്നോട് വെറുതെങ്ങു പോയി മറഞ്ഞു നിൽക്കുന്നു എന്റെ പ്രിയനെ നിങ്ങൾ കണ്ടു എന്റെ പ്രിയനെ നിങ്ങൾ കണ്ടു അവൻ നാശിന്നു എന്റെ രക്ഷിതാവിലാകയാ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ അവൻ നാശിന്നു എന്റെ രക്ഷിതാവിലാകയാൽ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ
എന്റെ മേലാവൻ പിടിച്ചിടുന്ന സ്നേഹത്തോടിയേ എന്റെ പ്രിയനെ നിന്നെടുക്കയില്ലൊരിക്കലും. എന്റെ മേലാവൻ പിടിച്ചിരിക്കുന്ന സ്നേഹത്തിൻ കൊടിയേ എന്റെ പ്രിയനെ നിന്നെടുക്കയില്ലൊരിക്കലും. അതാ കേൾക്കുന്നേ പ്രിയന്റെ സ്വരം, അതാ കേൾക്കുന്നേ പ്രിയന്റെ സ്വരം. ആമേൻ ഞാൻ ചെന്നു എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. ആമേൻ ഞാൻ ചെന്നു എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. ചെറുമാനിയിലും തലയ്ക്കു മുട്ട പോലെ എൻ പ്രിയൻ ചെറുകുന്നു മലകൾ ചാടിയോടി കുതിച്ചു വരും നീതാ. ചെറുമാനിയിലും തലയ്ക്കു മുട്ട പോലെ എൻ പ്രിയൻ ചെറുകുന്നു മലകൾ ചാടിയോടി കുതിച്ചു വരും നീതാ. നോക്കിയിടും നീതാ കിളിവാതിൽ വഴി, നോക്കിയിടും നീതാ കിളിവാതിൽ വഴി. ആമേൻ ഞാൻ ചെന്നു എന്റെ രക്ഷിതാവിലാകയാ എന്നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. ഞാൻ ചെന്നു എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. എന്റെ വല്ലവൻ എനിക്ക് നല്ലവൻ, എന്റെ വല്ലവൻ എനിക്ക് നല്ലവൻ. ആമേൻ ഞാൻ ചെന്നു എന്റെ രക്ഷിതാവിലാകയാ നാശപോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ഗാനങ്ങൾ പാടി ആരാധിക്കുവാൻ പ്രിയപ്പെട്ട മമ്മച്ചി ദൈവം സഹായിച്ചു തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് വീണ്ടും പാടി ആരാധിക്കുവാനുള്ള ദൈവിക കർത്താവ് കൃപയും പരിജ്ഞാനവും കർത്താവെ അവിടുന്ന് ഹല്ലേലൂയ പാടി ആരാധിക്കുവാനുള്ള ശക്തിയും ദൈവം നൽകി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഒരു ഗാനം കൂടി നമുക്ക് പാടി ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും, മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ക്ലേശിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ക്ലേശിപ്പാൻ എന്നേശുവേ പാനമേകേവേഗം വന്നിടണേ. എന്നേശുവേ പാനമേകേവേഗം വന്നിടണേ. മൽപ്രിയനേ എന്നേശുനായകനേ വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, സ്നേഹത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, സ്നേഹത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ കാക്ഷിക്കുന്നേ. മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നേശുവേ പാനമേകേവേഗം വന്നിടണേ. ബ്രഹ്മവസ്ത്രം ധരിച്ചുയർത്ത വിശ്വസ്ത സംഗമത്തിൽ, ബ്രഹ്മവസ്ത്രം
ധരിച്ചുയർത്ത വിശ്വസ്ത സംഗമത്തിൽ എന്നിൽ സവീതേ വന്നു. ഹല്ലേലൂയാ പാടുവാ എന്നേശുവേ പാനമേഘം വേഗി വന്നിടണേ മൽപ്രിയനേ എന്നേശുനായകനേ. എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങേയാ ശ്ലേഷിപ്പാ യേശുദേവാ പാനമേഘേ വേഗം വന്നിടണേ യേശുവേ പാനമേഘേ വേഗം വന്നിടണേ. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനും നിത്യനുമായ ദൈവമേ, ഇത്ര നേരം പാടി ആരാധിക്കുവാൻ ഞങ്ങളെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയാൽ കർത്താവെ ഇന്ന് ഹല്ലേലൂയ രാത്രികാലം നടക്കുന്ന സകല ശുശ്രൂഷകളും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവയുടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് സങ്കീർത്തനം വായിലേക്ക് കടക്കാം. സങ്കീർത്തനം വായിക്കുവാനായി പ്രിയ അമ്മളാന്റെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. സ്തോത്രം. യഹോവേ, സങ്കീർത്തനം 3-ാം അധ്യായം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവനെ ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചീട്ടത്തടിച്ചു. നീ ദുഷ്ടന്മാരുടെ കണ്ണും ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്റെ മേൽ വരുമാറാകട്ടെ. ആമീൻ. സുധിൻ ബ്രദറെ, 2 വാക്ക് സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട 3-ാം സങ്കീർത്തനം കർത്താവെ വായിക്കുവാൻ പ്രിയ അമ്മളാന്റെ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇവിടെ നമുക്ക് എങ്ങനെ പറയുന്നു, യഹോവ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. പല ദൈവമക്കൾക്കും കർത്താവ് ഹല്ലേലൂയ ശത്രുക്കളെ കുറിച്ച് സംസാരിക്കാൻ അറിയാതെ മ്യൂട്ടായി പോയി. ഹലോ സ്തോത്രം സ്തോത്രം സ്തോത്രം. മനസ്സിലായി. സ്തോത്രം, ക്ഷമിക്കണം, മ്യൂട്ടായി പോയി. യഹോവ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ സംബന്ധിച്ച് വൈരികളെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വൈരികളെ തീർച്ചയായും എന്റെ കർത്താവ് നേരിടും. ഒരിക്കലും വൈരികളെ സംബന്ധിച്ച് നമ്മൾ വിഷമപ്പെടുകയോ അല്ലെങ്കിൽ വൈരികളെ സംബന്ധിച്ച് ഭയപ്പെട്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യമുണ്ട്. കാരണം കർത്താവിൽ ആശ്രയമുള്ളവർക്ക് ഒരു കാരണവശാലും ഒരു വൈരികളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. അവൻ ദൈവത്തിൽ രക്ഷയില്ലെന്ന് എന്നെ നോക്കി പലരും പറയുന്നു. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പലരും നമ്മളെ കണ്ടിട്ട് പറയാൻ അവന്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, അവന് രക്ഷ പ്രാപിക്കുവാൻ ഒരു മാർഗവുമില്ല, അവനെ ആര് സഹായിക്കും? ഇതൊക്കെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവാശ്രയം എന്നു മുതൽ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചു തുടങ്ങുന്നു, അന്നു മുതൽ നമ്മളെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. കാരണം അഹങ്കരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ പാപങ്ങൾക്ക് ഹല്ലേലൂയ പരിഹാരം വരുത്തി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ആ വിശ്വാസമുള്ള ഒരിക്കലും ഒരു മനുഷ്യനും അഹങ്കാരത്തോടെ ജീവിക്കുവാനോ വൈരികളെ എതിർക്കുവാനോ ഒന്നും സാധിക്കില്ല. കാരണം ദൈവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വഴി നടത്തുവാൻ സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവെ, നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുകയോ അല്ലെങ്കിൽ വേദനപ്പെടുകയോ കാരണമില്ല. കാര്യം ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന കൺമണി പോലെ ഹല്ലേലൂയ വളരെ ശ്രേഷ്ഠമായി നമ്മളെ കാത്തു പരിപാലിക്കും. അവന്റെ ഉള്ളം കയ്യിലാണ് നമ്മളെ വഹിച്ചിരിക്കുന്നത്. ആ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്ന ഒരുവനെ മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വത്തിലും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. സ്തോത്രം. ഒരു ദൈവമക്കളെ സംബന്ധിച്ച് ഹല്ലേലൂയ
തല കുനിക്കാൻ പലരും നമ്മൾക്ക് വേണ്ടി ശ്രമിക്കും. പലതും വാക്കുകൾ പറഞ്ഞ് നമ്മുടെ തല കുനിപ്പിക്കുവാൻ ഇടയാക്കി തീർക്കും. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും തല കുനിച്ച് നിൽക്കുവാൻ ഇടയാകില്ല. അവനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഇടയായിട്ടില്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ മുഖത്തേക്ക് നുറങ്ങിയ അവിടുന്ന് ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ പൈതലിനും കർത്താവിന്റെ സാന്നിധ്യമുള്ള ഒരു ദൈവ പൈതലിനും ഒരുത്തരുടെ മുൻപിലും തല കുനിച്ച് നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. തല കുനിപ്പിക്കുവാൻ പലരും ശ്രമിച്ചേക്കാം. എന്നാൽ സ്വർഗത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ അവിടുന്ന് തല ഉയർത്തുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ മുൻപിലാണ് നമുക്ക് ഹല്ലേലൂയ കാര്യമുള്ളത്. മറ്റുള്ള മനുഷ്യരെ നോക്കി നമ്മൾ ആശ്രയം വെക്കുന്നവരെപ്പോഴും നമ്മൾ കർത്താവെ വേദനിക്കുവാൻ ഇടയാകും. എന്നാൽ ദൈവത്തിന്റെ പക്കലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മളെ പരിചയും പലകയും കൊണ്ട് എതിർക്കുന്നവര് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുൻപേ കാവലായി അയക്കും. സ്തോത്രം. ഇവിടെ പറയുന്നു തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ എവിടുന്ന് വരും? നമ്മൾ പലരും കർത്താവ് പലയിടങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ് ഇന്ന് മനുഷ്യർ. എവിടെ നിന്നാണ് രക്ഷ പ്രാപിക്കുന്നത്? എന്നാൽ ഒരു യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനറിയാം എന്റെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. സ്തോത്രം. മറ്റൊരിടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയില്ലാത്ത സ്ഥാനത്തും യഹോവ നമ്മളെ രക്ഷയായി കാത്തു പരിപാലിക്കുന്നു. നമ്മുടെ ഇടതുവശത്തും ആയിരങ്ങളും വലതുവശത്തും 10,000 വീണാലും നമ്മളോട് എതിർത്ത് നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ചു, നീ എന്റെ ദുഷ്ടതയുടെ പല്ല് തകർത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോട് എതിർക്കുന്നവർക്ക് എതിരെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയാണ്. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ കർത്താവ് വിശുദ്ധരായി വിശുദ്ധ ജീവിതം നയിച്ച് എന്റെ കർത്താവിനോട് ഹല്ലേലൂയ സാമ്യപ്പെട്ട് ജീവിക്കുമ്പോൾ അവന്റെ ഹല്ലേലൂയ പൂർണ്ണമായ കർത്താവ് ഒരു സാമീപ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. എതിർത്ത് നിൽക്കുവാൻ നമുക്ക് ശക്തിയില്ല. കാരണം ഹല്ലേലൂയ നമ്മുടെ ശക്തനായവൻ മുഖാന്തരം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബലഹീനരാണെന്ന് തോന്നും പലപ്പോഴും. എന്നാൽ യഹോവയോട് നേർന്നു നിൽക്കുമ്പോൾ നമുക്കൊരു അമിത ബലം നമുക്ക് ലഭിക്കുവാനിടയാകും. സ്തോത്രം. ഇവിടെ ലാസ്റ്റായി പറയുന്ന 8ാമത്തെ വാക്കിൽ ഇങ്ങനെ പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹവും നിന്റെ ജനത്തിൽ വരുമാറാകട്ടെ. അപ്പം യഹോവയിൽ നിന്നാണ് നമ്മുടെ രക്ഷയും നമ്മുടെ അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസമുള്ള ദൈവ പൈതലിനെ ഹല്ലേലൂയ മറ്റൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടി വരില്ല, ഒന്നിനെ കുറിച്ചും ദുഃഖിക്കേണ്ടി വരത്തില്ല. സ്വർഗസ്ഥനായ ദൈവം നമ്മളെ എന്നും കാത്തു പരിപാലിക്കട്ടെ. അവന്റെ വിശ്വസ്തതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവത്തിന് വേണ്ടി നിലകൊള്ളാം. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, സങ്കീർത്തനം വായിക്കുവാൻ പ്രിയ അമ്മളാന്റെയും ചെറിയ രീതിയിൽ കർത്താവെ അത് പ്രബോധിപ്പിക്കുവാനും അടിയനും നൽകിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥന വിഷയത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളെ ശക്തിയോടെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. പല വിഷയങ്ങളിലും കർത്താവെ പ്രാർത്ഥിച്ചു നേരുന്ന ഹല്ലേലൂയ മുന്നേറ്റത്തിലൂടെ കർത്താവെ ഈ ഗ്രൂപ്പില് നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ ഹല്ലേലൂയ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പലരിടത്തും വിടുതൽ പ്രാപിച്ച് ഈ കർത്താവ് അനുഗ്രഹത്തോടെ ഇതിൽ വന്ന് കർത്താവെ സാക്ഷ്യം അനുമതി നമ്മൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മിടുക്കല്ല, ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹമാണ്. നമുക്ക് ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഹല്ലേലൂയ ശുശ്രൂഷിക്കുകയും കർത്താവ് ദിനം പ്രതി ഹല്ലേലൂയ എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെയും കർത്താവ് ഏൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു രാജാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ കർത്ത ദിവസത്തിന്റെ യാമത്തിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദയക്കായി നന്ദി പറയുന്നു കർത്താവെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ അപ്പന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കർമ്മ ഗ്രൂപ്പിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വളരുമാറാക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ കർത്താവെ ഞങ്ങൾ ഭദ്രമായിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്നിരിക്കാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ഗ്രൂപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അഡ്മിനായിരിക്കുന്ന ഗ്രേസ്യ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരിക്കുന്ന ഭവനത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാനമായി കൊടുത്ത പെൺമക്കളെ രണ്ടുപേരെയും കുടുംബസ്ഥരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ സേറയെയും ജോക്കുട്ടനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പെണ്ണുമാമിശയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കൃപയും ശക്തിയും കൊടുക്കണമേ, ബലവും ശക്തിയും കൊടുക്കുമാറാകണമേ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിത പങ്കാളിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒക്കെ ആയിരിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന സുദൃഢനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുടുംബ വിഷയങ്ങളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ. അരുണിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്തിരിക്കുന്ന ബിസിനസിനെ കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന രാജ്യങ്ങളിൽ അവരെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ കർത്താവെ. വിവാഹപ്രായമായ മകളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക തുണിയെ തക്ക സമയത്ത് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. സിജോയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബിന്ദുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെയിൻ വിൽസനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗ്രൂപ്പിൽ കടന്നു വന്നത് എനിക്ക് അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ജോൺ ഫിലിപ്പിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ കർത്താവെ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനു മേലും ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെയെല്ലാം കർത്തനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളെയെല്ലാം കർത്താവ് നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോളി സാമുവലിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ എല്ലാം ദൈവം മാറ്റി കൊടുക്കുമാറാകണമേ കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം മറുപടി കൊടുത്തു മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൈലജയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഗ്രൂപ്പിൽ കടന്നു വന്ന് എന്നും കർത്താവെ ആരാധനയിലെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഒക്കെ കർത്താവെ ഹല്ലേലൂയ വ്യാപൃതരായിരിക്കുന്നവരെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുശീലെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. എല്ലാത്തിനും മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. രശ്മിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ എല്ലാം ദൈവം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിനു മേലും ദൈവത്തിന്റെ മറുപടി കണ്ട് സന്തോഷിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയനെയും കുഞ്ഞുങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ പൈതലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാനഡയുടെ പ്രദേശത്ത് കർത്താവെ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ കരുതല് സഹായം എല്ലാ അനുഗ്രഹവും എല്ലാം ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എബിപാസ്റ്ററെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം കർത്താവെ ഹല്ലേലൂയ സൗഖ്യം നൽകി മാനിച്ചല്ല കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ. ദേവദാസനെ കർത്താവെ കൂടുതലായി അനുഗ്രഹിക്കും
അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണമേ കർത്താവേ. അനുഗ്രഹത്തിൽ തടസ്സമായിരിക്കുന്ന എല്ലാ പൂരകളെയും ദൈവം ശാസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിഷേകത്തോടെ അധികാരത്തോടെ കർത്താവെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ട് കടന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. ഗ്രൂപ്പിൽ കടന്നു വന്ന് ആരാധനയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സന്തോഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. സൗദിയുടെ പ്രദേശത്ത് കർത്താവെ ഹല്ലേലൂയ. ഗ്രൂപ്പിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. അനിയെ അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പുവായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യണമേ കർത്താവെ. അക്കുവിനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തോട് പ്രാർത്ഥിച്ച് സഹായിച്ച് പ്രിയ അമ്മളാന്റെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ആയുസ്സാരോഗ്യവും ബലവും നൽകി കർത്താവ് നിലനിർത്തണം. കർത്താവെ, ആ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഒരു അനുഗ്രഹമായി തീരണം. അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ, ആ സഹോദരങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ്, അനേകർ കർത്താവെ രോഗങ്ങളാലും അസുഖത്താൽ ഭാരപ്പെട്ട് കർത്താവെ ഹോസ്പിറ്റലുകളിലും കിടക്കയിലും ആയിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹാർട്ടിന്റെ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവെ. ക്യാൻസറിന്റെ പ്രയാസത്താൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അനേക അപകടങ്ങളിൽപ്പെട്ട് കർത്താവെ തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് കർത്താവെ. സ്തോത്രം. കർത്താവ്, മാറാരോഗങ്ങളും വ്യാധികളാലും പെട്ട് കർത്താവെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ അശക്തരായിരിക്കുന്ന കർത്താവെ അതേ മക്കളെയും മറ്റ് ജനങ്ങളെ ഓർത്ത് എന്റെ ജാതിക്കാരും മറ്റു അനേകരുണ്ട് കർത്താവെ. കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുന്ന കർത്താവെ ഈ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിടുതലും ആശ്വാസത്തിനുമായി ദൈവ കൃപയാൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പേര് പറയുന്നില്ല. ആത്മസമർപ്പണത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിവുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവേ, ഈ സന്ധ്യവേളയിൽ അപ്പാ പ്രിയ ദേവദാസനിൽ കൂടി കേട്ട വിഷയങ്ങളെ എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയവനായ ദൈവം കർത്താവേ, ഈ കർമ്മേൽ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രിയ സിസ്റ്റർ പ്രാർത്ഥിച്ചല്ലോ കർത്താവേ. വീണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങളുമായി അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വരികയാണ് കർത്താവേ. ഭൂമി പാദപീഠം, സ്വർഗം സിംഹാസനം, അപ്പയുടെ സൃഷ്ടികളെ എല്ലാം ഈ പാദപീഠത്തിലാക്കി വെച്ചെങ്കിൽ കർത്താവെ അല്പം സമാധാനം സന്തോഷത്തോടെ ജീവിക്കുവാൻ എൻ്റെ സ്വർഗം ഓരോ മക്കളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അപ്പായോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവം കൊടുത്ത ആയുസ് നിന്റെ പാദപീഠത്തിൽ കർത്താവെ ആരോഗ്യത്തോടെ ആയുസോടെ ഇരിക്കുവാൻ സ്വർഗം സഹായിക്കണമേ അപ്പ. എത്രയോ മാരക രോഗങ്ങളാൽ അനേക ആയിരങ്ങൾ അയ്യം വിളിക്കുന്ന കർത്താവെ, രോഗത്തിന് തക്ക ചികിത്സ ലഭിക്കുവാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. വലിയവനായ ദൈവമേ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരിയുന്ന ഒരു ദൈവമാണല്ലോ കർത്താവെ. യേശുവേ നന്ദിയപ്പാ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് സൗഖ്യദായകനാണല്ലോ കർത്താവേ. യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ കൈകളുടെ വെടിപ്പ് കുറവാണോ കർത്താവേ? അവിടുന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തത് പിതാവേ. യേശുവേ നന്ദിയപ്പാ, അവിടുന്ന് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മാത്രം മതിയല്ലോ കർത്താവേ. നിന്റെ രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവേ. രോഗത്താൽ വലയുന്ന അനേക കുടുംബങ്ങൾ ഉണ്ട് കർത്താവേ. ഒന്ന് മനസ്സരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ബെഥസ്ദ കുളക്കടവിൽ 38 വർഷക്കാലം ആരുടെയും സഹായമില്ലാതെ ഭാരപ്പെട്ട് കിടന്ന മനുഷ്യന് വേണ്ടി എൻ്റെ അപ്പ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ആ കിടക്കയെടുത്ത് നടന്നുപോയല്ലോ കർത്താവേ. ആത്മവിശ്വാസത്തോടെ മേൽക്കൂര പൊളിച്ച് കർത്താവേ, തിക്കിലും തിരക്കിലും കടന്നു വരാൻ കഴിയാതെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടെ എൻ്റെ അപ്പായുടെ
അടുക്കലേക്കൊന്ന് ഇറക്കി വെച്ചപ്പോൾ ദൈവമേ ഒരു വാക്ക് അവിടുന്ന് കൽപ്പിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേറ്റ് പോയല്ലോ കർത്താവെ. 12 വർഷം രക്തസ്രാവത്താൽ ഭാരപ്പെട്ട സ്ത്രീ കർത്താവെ, അവൾ വിശ്വാസത്തോടെ ആ തൊങ്ങലിലൊന്ന് തൊട്ടപ്പോൾ എൻ്റെ അപ്പാടെ ശക്തി അവളുടെ മേൽ വ്യാപരിച്ച് അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചല്ലോ. അപ്പ എത്ര പഴകിയതായാലും എത്ര മാരകമായാലും കർത്താവെ, എൻ്റെ അപ്പ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ പൂർണ്ണ സൗഖ്യമാണ് കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ, മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനേക ആയിരങ്ങൾ ഹോസ്പിറ്റലുകളിൽ അയ്യം വിളിക്കുന്നുണ്ടല്ലോ കർത്താവെ. യേശുവേ നന്ദിയപ്പ. നിന്നെ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും സൃഷ്ടാവ് അങ്ങൊരുവൻ മാത്രമെന്ന് വചനം പറയുന്നുണ്ടല്ലോ കർത്താവെ. എല്ലാവർക്കും കർത്താവ് നീയാണെന്ന് പറയുന്നുണ്ടല്ലോ കർത്താവെ. നിന്നെ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും ദുഷ്ടന്റെ നീതിമാന്റെ മേലെ മഴ പെയ്യ്ക്കുന്ന ദൈവമാണ് കർത്താവെ നീ കർത്താവെ. യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ, 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 ഹാലലുയ. ഒരുപക്ഷെ നിന്നെ അറിഞ്ഞിട്ടില്ലാത്തവരായിരിക്കും കർത്താവെ. എങ്കിലും അപ്പാ, മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മക്കൾ തിന്നുന്ന മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം നായ്ക്കുട്ടികളും തിന്ന് വിശപ്പടക്കുമെന്ന് പറഞ്ഞതുപോലെ അപ്പായെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് അങ്ങൊരുവൻ മാത്രമാണ് കർത്താവെ. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കർത്താവെ, അവരെ രക്ഷിക്കേണ്ട കർത്തൃത്വം എൻ്റെ അപ്പായ്ക്ക് മാത്രമാണുള്ളത് കർത്താവെ. മറ്റാർക്കും രക്ഷിക്കാൻ കഴിയില്ല കർത്താവെ. സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും കർത്താവെ, രക്ഷയ്ക്കായി എൻ്റെ അപ്പായുടെ നാമമല്ലാതെ മറ്റൊരു നാമവും അയക്കപ്പെട്ടിട്ടില്ലെന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ കർത്താവെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ആ ചെവി മന്ദമായിട്ടുമില്ല കർത്താവെ. യേശുവേ, ഞങ്ങളുടെ കൈകളുടെ വെടിപ്പ് കുറവാണ് എൻ്റെ അപ്പായ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ അപ്പാ, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ അപ്പാ. ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാക്ഷാൽ ഞാൻ നിന്റെ വ്യാധികളെ ചുമന്ന് നിന്റെ രോഗങ്ങളെ വഹിച്ചു നിന്റെ അടിപ്പിണരാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം കൽപ്പിച്ച ദൈവം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളുടെയും മേലെ അപ്പാ സൗഖ്യം അയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കർത്താവെ. യേശുവേ, ഒരു വിടുതൽ അവിടെ സംഭവിക്കട്ടെ കർത്താവെ. ഒരു മിറക്കിൾ അവിടെ സംഭവിക്കട്ടെ കർത്താവെ. ഒരു സാക്ഷ്യം ഞങ്ങൾ കേൾക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ യാചനയുടെ ശബ്ദം എൻ്റെ അപ്പായുടെ തിരുസന്നിധിയിൽ എത്തുന്നു എന്ന് ഞങ്ങൾക്കറിയുവാൻ കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ എൻ്റെ സ്വർഗത്തിന്റെ ഈ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ കർമ്മേൽ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബത്തിലും കർത്താവെ, സർവ്വ തലമുറകളെയും എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരും നഷ്ടമായി പോകാൻ എൻ്റെ ദൈവം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മക്കൾ എവിടെയായിരുന്നാലും കർത്താവെ, സ്വദേശമായാലും വിദേശമായാലും കർത്താവെ, യേശുവേ നന്ദിയപ്പ. അവരെ യേശുവിനെ പിൻപറ്റി ജീവിക്കുവാൻ എൻ്റെ സ്വർഗത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളങ്ങളിൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു നാളും ഈ ലോകത്തിന് അനുരൂപരായി തീരരുത് കർത്താവെ. വെള്ളത്തിൻ കുമിള പോലുള്ള ഈ ലോക ഇമ്പങ്ങൾക്ക് അനുരൂപരായി ദൈവമേ ഒരു തലമുറ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നഖം മുതൽ മുടി വരെ കർത്താവെ, എൻ്റെ അപ്പായുടെ ശുദ്ധ രക്തം മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെടുവാൻ എൻ്റെ അപ്പ അനുവദിക്കരുത് കർത്താവെ. ഒരു വശത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നഷ്ടമായി കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും കർത്താവെ തെറ്റായ പാതകളിൽ പാവക്കുഴിയിൽ അവരുടെ ചുവട് വീഴുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരിയുന്ന ഒരു ദൈവമാണ് നീ കർത്താവെ. ഞങ്ങളുടെ യാചനയുടെ ശബ്ദങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് നീ കർത്താവെ. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണ് നീ കർത്താവെ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ് നീ കർത്താവെ. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവമാണ് നീ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രിയദാസനിൽ കൂടി കേട്ട സമസ്ത വിഷയങ്ങളെയും എൻ്റെ അപ്പായുടെ പൊന്നുപാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യമായതൊന്നും നിന്നിൽ കാണുന്നില്ലേ?
അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. നിൻ ജീവിതം മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ എന്നിനവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ വചനം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ പേരൊന്നെടുക്കാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ പേരൊന്നെടുക്കാനും ഞാൻ പോരാത്തവനാണേ. ഹല്ലേലൂയ. കർത്താവ് ഇത്ര നേരം പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് മനസ്സമർപ്പണത്തോടെ കർത്താവ് പൂർണ്ണമായി കർത്താവ് സകല വിഷയത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയ സഹോദരി പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗം കേട്ട് മറുപടി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് സകല വിഷയത്തിലും സ്വർഗം മറുപടി തന്ന് മാനിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കും. സ്തോത്രം. ഇത്രത്തോളം കർത്താവെ സമയം കർത്താവെ നമുക്ക് പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും കർത്താവെ എല്ലാത്തിനും ദൈവം സഹായിച്ചത് ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് ഇത്ര നേരം കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തു സൂക്ഷിച്ച പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്തു വന്നു. രാത്രികാലം കർത്താവ് അതിന് ശുശ്രൂഷമായി കടന്നു വന്ന പ്രിയ സനൽ വർഷ കർത്താവിന്റെ കരങ്ങൾ തരുന്നു. പ്രിയ സഹോദരനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പ ഇന്ന് രാത്രികാലം കർത്താവെ അവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന വചനം കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് ഒരു ആത്മീക കർത്താവ് ഉണർവിന് കാരണമായി തീരുവാൻ കേൾക്കുന്ന ഞങ്ങൾക്കും പറയുന്ന അദ്ദേഹത്തിനും കർത്താവെ അതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ നിറസാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആദരവോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് ദേവദാസനെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിച്ചു. ദൈവത്തിന്റെ ഉന്നതനാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്ക് ഈ കർമ്മൽ പ്രയർ ഗ്രൂപ്പിനും നസറേയ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ നന്ദിയും വന്ദനത്തെ ഇന്ന് രാത്രിക്കാലം ഞാൻ അറിയിക്കുക. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള സ്വർഗം ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കും. ഞാനത് ഇന്ന് രാത്രി ആത്മാവിൽ ഇത് തിരിച്ചറിയുക. സ്തോത്രം. ഒരിക്കൽ കൂടി ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എല്ലാ വിശ്വാസ സമൂഹത്തിനും ഒരു കൂടി നന്ദിയും വന്ദനത്തെ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വേദവാക്യം ഇന്ന് രാത്രിക്കാലം നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-19 വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ലൂക്കോസ് 10-ാം അധ്യായം അതിന്റെ 18-19 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-19 വാക്യം. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. മതി. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പോയി. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, രാത്രികാലം വചനം കർത്താവിന്റെയാ, അടിയനും കർത്താവിന്റെയാ. വചനത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. മനുഷ്യർ ഒറ്റ വാക്ക് നാവിൽ വരുന്നത് മറവുകളില്ലാതെ മോശം ഇടപെട്ട അതേ ദൈവം അതിനോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാവേ,
സ്വാഗതം. മുഴുമഹത്വം അങ്ങയ്ക്ക്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കഴിയുന്നൊരു നിങ്ങൾ വീഡിയോ ഓണാക്കിയിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ചിലരുടെ സാഹചര്യം എനിക്കറിയത്തില്ല. സാഹചര്യം ഉള്ളൊരു ഓണാക്കല്ലാത്തൊരു ഓണാക്കിയാലും വിഷയമില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-19 വാക്യമാണല്ലോ വായിച്ചത്. സാത്താൻ മിന്നൽ മുടക്കം ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഈ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് തന്നത്. നമുക്കറിയാം, യേശു കർത്താവിന്റെ പരിശുശ്രൂഷയിൽ യേശു അനേക പട്ടണത്തിൽ ചെന്ന് ഒത്തിരി വ്യക്തികളെ വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും പലരെ ഉണർവിലേക്കും നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, പ്രഭാതമാകുമ്പോൾ തന്റെ ശിഷ്യന്മാരുമായി ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും യേശു കർത്താവ് യാത്ര പുറപ്പെടുക. ആ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ പട്ടണത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ എല്ലാം പുറത്താക്കി മാനസിക രോഗിയുടെ ചങ്ങലകളെ അഴിച്ചും കുരുട്ടുകണ്ണുകളെ തുറന്നും മരിച്ചവനെ എഴുന്നേൽപ്പിക്കുകയും ഊമർ സംസാരിക്കുകയും ചെകിടർ കേൾക്കുകയും മുടന്തരെ എഴുന്നേൽപ്പിക്കുകയും അതുപോലെ ഉള്ള ശക്തമേറിയ ശുശ്രൂഷ കർത്താവ് ചെയ്തിട്ട് ശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനന്തരം കർത്താവ് വേറെ 70 പേരെ തെരഞ്ഞെടുത്തു. നമുക്കറിയാം, യേശു കർത്താവിന് എത്ര ശിഷ്യന്മാരെന്ന് ചോദിച്ചാൽ 12 ശിഷ്യന്മാരാ കർത്താവ് തെരഞ്ഞെടുത്തത് നമുക്ക് ആദ്യം ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാം. ഇവിടെ വേറെ 70 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. കാരണം താൻ പോകുവാനുള്ള പട്ടണത്തിലേക്ക് യേശുവിന് മുമ്പേ പോകേണ്ടതിന് ദൈവം 70 പേരെ തെരഞ്ഞെടുക്കുക. ചോദിക്കട്ടെ, അനേക സ്ഥലങ്ങൾ, അനേക ഗ്രാമങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആ 70 പേരെ എവിടെ വന്നു? യേശു കർത്താവിന്റെ അടുത്ത് വന്നു. യേശു ചില കാര്യം അമർച്ചയായി പറയുക. അതിനുശേഷം ഇവരെവിടേക്കാ പോകുന്നത്? യേശു പറഞ്ഞ പട്ടണത്തിലേക്ക് പോവാ. വചനം ഇങ്ങനെ പറയുക, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരു ചുരുക്കമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയാം. അപ്പോൾ യേശു 70 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഈ 2 പേരായി, ശ്രദ്ധിക്കണമേ, ഈ 2 പേരായ യേശു കർത്താവ് അവരെ ഓരോ ഗ്രാമത്തിൽ ഒരു പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. ആമേൻ. ആരെ അവിടെ തനിക വിട്ടതായിട്ട് വിശുദ്ധ വേദത്തിൽ കാണാൻ കഴിയുന്നില്ല. ആ പറഞ്ഞു വിടുന്ന സമയത്ത് അവരുടെ മേൽ അധികാരം കൊടുത്തിട്ടില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഭൂതത്തെ പുറത്താക്കാനോ ഒന്നും ദൈവം അധികാരം കൊടുത്തില്ല. യേശു പറഞ്ഞ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ അവൻ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞ ശേഷം അവർ യേശു കർത്താവിന്റെ നാമം ഓരോ പട്ടണത്തിന്റെ അകത്തത്തിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. ആമേ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് രാത്രികാലം ആമേ സ്തോത്രം മനസ്സിലാകുന്നുണ്ട്? യേശു പറഞ്ഞു വിട്ട ഈ 2 പേര് ആമേ സ്തോത്രം ഓരോ പട്ടണത്തിന്റെ അകത്തത്തിൽ അവർ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. 35 ഗ്രൂപ്പായി, 70 പേർ 35 ശാഖയായി അവർ പിരിഞ്ഞു. 35 കൂട്ടമായി പല പട്ടണത്തിൽ അവർ യാത്ര പുറപ്പെട്ടു. അന്നത്തെ പകൽക്കാലം അവർ ഓരോ പട്ടണത്തിൽ കടന്നു എന്ന് യേശു ജീവിക്കുന്ന ദൈവം, യേശു സാക്ഷാൽ ദൈവം, അവനെ നശിക എന്നുകൊണ്ട് പട്ടണത്തോട് ശക്തമായി അവർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആത്മാവില പറയുന്നു. സ്തോത്രം. അപ്പോ ഇവർ പറഞ്ഞ് സുവിശേഷം അറിയിച്ച ശേഷം ഈ 35 ഗ്രൂപ്പുകാരും എവിടെ വന്നു? യേശു കർത്താവിന്റെ അടുത്ത് വരിക. ഒരുപക്ഷെ വൈകിട്ടായിട്ടായിരിക്കാം വന്നത്. 70 പേർ 35 ഗ്രൂപ്പായി എവിടെ വന്നു? യേശുവിന്റെ അടുത്ത് വന്നു. വന്ന കൂട്ടർ ചിലർ സന്തോഷത്തോടെ പറയും, കർത്താവേ, നിന്റെ നാമം പറയുമ്പോൾ സ്തോത്രം
പിശാച് ഞങ്ങൾക്കിടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. ഒന്നുകൂടെ ആത്മാവിൽ പറയുകയാണെങ്കിൽ, യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ മനുഷ്യന്റെ ഉള്ളിൽ കടന്ന വ്യക്തികൾ ഇവിടെ കാഴ്ചവെട്ടിൽ വീഴുകയാണ്. കാരണം യേശുവിന്റെ വാക്കിന് എന്തുണ്ട്? ശക്തിയുണ്ട്. യേശുവിന്റെ വാക്ക് മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന, യേശുവിന്റെ വാക്ക് ഊമർ സംസാരിക്കുന്ന അതേ ദൈവവചനത്തിന്റെ ശക്തി ആധികാരികമായി പട്ടണത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ തകരാൻ തുടങ്ങി. വ്യക്തികളെ ഉള്ളരി കുടിയിരിക്കുന്ന പൈശാചികത്തിന്റെ ആധിപത്യങ്ങൾ തകരാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇതാര് കണ്ടു? ഈ വ്യക്തികളെ ശിഷ്യന്മാർ കണ്ടു. ഇത് കണ്ടപ്പോ അവർക്ക് സന്തോഷമായി. ഇതുവരെ എന്റെ ലൈഫിൽ നടക്കാത്ത കാര്യം, ഇതുവരെ എന്റെ ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യങ്ങൾ നടന്നപ്പോൾ എന്തു വന്നു? സന്തോഷം തിരികെ വന്നു. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിക്കാർ ദൈവത്തിൽ നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ ഒരു സന്തോഷത്തെ തിരികെ തരാൻ ആരുണ്ട്? കർത്താവ് കൂടെയുണ്ട്. ഇത് എത്ര പേർക്ക് പിടികിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആത്മനിയോഗത്തോട് പറയട്ടെ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ദുഃഖത്തോടെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭാരത്തോടെ ആരൊക്കെയെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഒരു സീസണുകളെ തുറന്നു തരാ എന്റെ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ നാളുകളിലെ നിരാശകളെ മാറ്റി, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികളെ മാറ്റി നിന്റെ ലൈഫിൽ ഒരു അനുഗ്രഹം തരുക യേശു ഇന്ന് രാത്രി നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിക്കാരൻ കരങ്ങൾ തട്ടി ഇന്ന് രാത്രിക്കാരൻ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. അങ്ങനെ യേശു പറഞ്ഞ പ്രകാരം അവർ കടന്നു വന്ന് സന്തോഷത്തോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നിന്റെ നാമം പറയും ഭൂതങ്ങൾ എന്ന് കീഴടങ്ങുക. അപ്പൊ യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്, കേൾക്കണോ? യേശു പറയുക, സാത്താൻ മിന്നൽ പോണക്ക് ആകാശത്തുനിന്ന് വീഴുന്നതും ഞാൻ കണ്ടു. സ്തോത്രം. അപ്പോൾ അദൃശ്യമണ്ഡലത്തിന്റെ അകത്ത് എന്തുണ്ട്? സാത്താന്യൻ സാമ്രാജ്യം ഉണ്ട്. അമ്മേ, നമുക്കറിയാം യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞപ്പോ പിശാചു വാദിച്ചു. 21 ദിവസം ദാനിയലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ് പാർശ്വി പ്രഭു. അമ്മേ, ഇന്ന് രാത്രി പറയട്ടെ, ആത്മീയ മണ്ഡലത്തിന്റെ അകത്തളത്ത് നിന്റെ പ്രാർത്ഥന വിടാതെ വണ്ണം തടയുന്ന പൈശാചികത്തിന്റെ മേഖലകളെ തകർക്കുക. ഇന്ന് രാത്രി ദൂതൻ നിങ്ങളുടെ അടുത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലർ നോക്കി പ്രവചിക്കുക. ആമേ, സ്തോത്രം. ഹല്ലേലൂയ, ആമേ, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ചിലരുടെ മേൽ ഇറങ്ങാൻ പോകുന്നു. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയം. ആമേ, ദൈവം ചിലർക്ക് മറുപടി തരാൻ പോകുന്നു. ഷീബഹ സുരിൽ ഇന്ന് രാത്രിക്കാലം ദൈവം പറഞ്ഞു, ചില വിഷയത്തിന് മറുപടിയായി സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മധ്യയിൽ ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുക. അജാനഘടക സംധാരണഘടക രേഖൽക്കവനഘടകസ്യ രബൂഖ മാസ്യ പ്രധാന ഘടക സംധാന ഘടകസ്യ 2025 ഏപ്രിൽ മാസം തീരുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുക. ഞാൻ ഇന്ന് രാത്രി ലളിതമായി പറയാൻ ആഗ്രഹിക്കുന്നു. സമയം ഒത്തിരി കടന്നു പോകുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലീബ്രാക നമാദിയ സംധാന ഘടകസ്യ രാബൽ ഖബന ഘടകസ്യ അംതൽ ഖബന റബേക്കെ നാദിയാദിയ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിക്കാലം ആ സഹോദരിയുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ മടങ്ങി വരട്ടെ. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. സാത്താൻ എന്ത് ചെയ്യുക? മിന്നൽ പോണക്ക് ആകാശത്ത് വീഴുന്നത് കണ്ടു. അപ്പോൾ യേശു അവിടെ നിൽക്കുക. നോക്കുമ്പോൾ ദൂരദേശത്ത് അദർശമണ്ഡലത്തിൽ നിൽക്കുന്ന ശക്തി വെട്ടേറ്റ് താഴേക്ക് വീണു. ആ സൂം എന്ന് പറഞ്ഞ ഐഡിയയിലായിരിക്കുന്ന അത് 120 ഉപകാരം. സ്തോത്രം. അപ്പോൾ അദർശമണ്ഡലത്തിന്റെ അകത്തുനിന്ന് ആകാശ മേഘത്തിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യുക? സാത്താൻ വീഴുന്നത് യേശു കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പട്ടണത്തിൽ നിന്ന് പ്രാർത്ഥിച്ചെനിക്ക് എന്ത് സംഭവിക്കട്ടെ? ആ പട്ടണത്തിന്റെ ദുരാത്മാക്ക് അവൻ ആകാശ മേഘത്തിന് വീഴുമെന്ന്
വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിക്കാർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കുഞ്ഞെ, നിന്റെ വാക്കുകൾക്കകത്തൊരു അധികാരമുണ്ട്, നിന്റെ വാക്കുകൾക്കകത്തൊരു അതോറിറ്റി ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? നിങ്ങൾ വാക്ക് പറയുമ്പോൾ ദേശത്തെ, പട്ടണത്തെ ചലിപ്പിക്കുന്ന ഒരു ഭയങ്കര അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം ചില വ്യക്തികളുടെ അകത്തത്തിൽ അവരെ വീഴുകയാ. അതിന്ന് രാത്രിക്കാലം അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞു. നിന്റെ പ്രാർത്ഥനയെ തടയുന്ന ഏതു പൈശാചികത്തിന്റെ മേഖലയാണെങ്കിലും സ്വർഗം ഇന്ന് രാത്രി അതിനെ വെട്ടിക്കളയുക. അമാനഘടകതിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഗ്രേസ് ദൈവം പറയുന്നു, ഒരു ദൂത് ഞാൻ പറയാം. സ്തോത്രം. ദൈവം നിങ്ങളിൽ കൂടി ചിലരെ പുറത്തിറക്കാൻ പോയി. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന രാജ്യത്തിന്റെ അകത്തളത്തിൽ ചിലരുടെ ലൈഫിനെ തിരിക്കുന്നതായി മാറാൻ പോകും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ അകത്തളത്തിൽ ചില ചലനങ്ങൾ സംഭവിക്കും, ചില വ്യക്തിത്വങ്ങളുടെ അത്തരത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സെറ്റ് ചെയ്തെന്ന് പരിശുദ്ധമാവ് ഇന്ന് രാത്രിക്കാർ ദൂത് കൈമാറാൻ പറയുന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കമലാക്ഷി എന്ന പേരുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ തലങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പം ആ സഹോദരിയുമായി ബന്ധപ്പെട്ട് സ്തോത്രം ആ വ്യക്തിയുടെ അകത്തളത്തിലായിരിക്കുന്ന രോഗബന്ധനത്തെ നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ദൈവം സൗഖ്യമാക്കി. ആ സഹോദരി കർത്താവിലേക്ക് തിരിയുന്ന കാലഘട്ടം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാ. ലീബ്ര സമാധിയ നഗാഡിഗതിയ ലേബ്രെ കമോസിയ അന്ധാരഘടകതിയ. ഒരു അന്ധത പഠിപ്പിക്കുന്ന അഭിഷേകത്തിന്റെ പകർച്ച നിങ്ങളുടെ മേൽ വീടാൻ പോവുക. 2025 ആത്മാവിൽ പ്രവചിക്കുന്നു, 5ാമത്തെ മാസം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആ പ്രത്യേക അഭിഷേകത്തിനെ അനോയിന്റിക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിന്റെ അകത്തളത്തിൽ വീഴുവെന്ന് ഇന്ന് രാത്രി സ്വർഗം പ്രവചിച്ചു പറയുക. സ്ഥാനമാനത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറയാം. സ്തോത്രം. ഇനി ആരുണ്ട് എന്ന് ഇശായിയോട് ശമൂവേൽ ചോദിക്കുമ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്റെ ഇളയ മകൻ അവൻ എവിടെയാ? ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. അവൻ വരാതെ ഞാൻ പന്തിഭോജനത്തിൽ ഇരിക്കത്തില്ല. വനാന്തരം കിടന്നവനെ പുറത്തു കൊണ്ടുവന്ന് അവന്റെ തലയിൽ അഭിഷേകത്തിന്റെ തൈലമൊഴിച്ച സ്തോത്രം രാജാവാക്കി മാറ്റൊരു ചരിത്രം വിശുദ്ധ വേദവസ്തുത്തിന്റെ അകത്തത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ആത്മാവ് പറഞ്ഞു, രാജിക കോളിങ് നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗം ഇടപെടുക. രാജാക്കന്മാരുടെ അരക്കച്ചങ്ങൾ അരിക്കുന്ന അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ പറയുക, ദൈവം ചിലരെ കാലഘട്ടങ്ങളിൽ കർത്താവിൽ ഉപയോഗിക്കുന്ന നാളുകളെന്ന് ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ നിന്ന് തിരിച്ചറിയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുശീല രവിയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നു. സഹോദരി, കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച പല വിഷയത്തിൽ പെൻഡിങ് കിടക്കുക. അതിന് മറുപടി തരാൻ സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നോട് ഇങ്ങനെ ഒരു വാക്യം എന്നോട് പറയുന്നു. സ്തോത്രം 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്കകത്ത്, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഹാമാനും തന്റെ ജനത്തിനും വന്ന കുരുക്കളെ ആ പ്രാർത്ഥനയ്ക്കകത്തിൽ പൊട്ടിച്ചു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതമായി ലൈഫുമായി ബന്ധപ്പെട്ട ചില കുരുക്കളെ ഇന്ന് രാത്രി സ്വർഗം അതിനെ ഊരിക്കളയാ. യേശുവിന്റെ നാമത്തിൽ ആ മകളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നു. ഞാൻ ആത്മാവിൽ അത് തിരിച്ചറിയാ. ലാബ്രാസ്യ അജാനഘടക സംധൽക്കമനഘടക റിയാദിക സ്യബ്ദൽക്കമനഘടകസ്യ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിക്കാലം ചലിക്കട്ടെ, വേഗത്തിൽ മടങ്ങി വരട്ടെ. അവിടെ കാണുന്ന വിഷയം, അപ്പോൾ ഇവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോ അവരെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ എന്ത് ചെയ്തു? ആകാശത്തുനിന്ന് വീണെന്ന് ഇത് യേശു പറഞ്ഞപ്പോ അവരുടെ ലൈഫിന്റെ അകത്തിൽ ഭയങ്കര സന്തോഷമുണ്ടേ. എന്റെ വാക്കുകൾക്കകത്തിൽ എന്തുവാ? അദൃശ്യമണ്ഡലം ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ചില സാത്താനിക കോട്ടകളെ ഭയപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രാർത്ഥന ബന്ധിക്കപ്പെട്ട ബന്ധനത്തെ പൊട്ടിക്കുന്നതാ. ഒരുപക്ഷെ നിങ്ങൾ അതിന്റെ ആഴം തിരിച്ചറിയുന്നില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തോ രാജ്യത്തോ ഇരുന്ന് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മറ്റ് രാജ്യത്തിന്റെ അകത്തളത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് സ്തോത്രം അധികാരമില്ലാതെ പറഞ്ഞ വ്യക്തികളുടെ വാക്ക് കേട്ടപ്പോ സാത്താൻ വീണെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതല്
നിങ്ങളുടെ വാക്കുകൾക്കകത്തത്തിൽ സ്വർഗം ചലിപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൂതത്ര പേർക്ക് പിടികിട്ടിട്ടുണ്ട്. സ്വർഗം ചിലർക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. സ്വർഗത്തിലെ ദൂതന്മാരുടെ സൈന്യം ചിലർക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. അവൻ നിങ്ങളെ ഒരു രാജ്യ ചരിത്രമാക്കി മാറ്റുക. അവൻ അഭിഷേകത്തിന് അടുത്തൊരു നിയോഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള സ്വർഗം ഇന്ന് രാത്രിക്കാലം ചിലരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനാദിയ നമാനികടക സാധാനികടക ശബ്ദൽക്കമന. ഞാൻ ഇന്ന് രാത്രിക്കാലം കാണുകയാണ്, സാത്താൻ ആരുടെയോ ലൈഫുമായി ബന്ധപ്പെട്ട് അനിഷ്ടം മറുപടി കൊടുക്കാതെ ബ്ലോക്ക് ചെയ്ത മണ്ഡലം ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാൽ ആ മേഖല പൊട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. റേബ്ര കമാസി അലേധിയ നഗാഡിഗതിയ റോബൽ കമനകട അദാനഗസ്യ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്നു ഹാർട്ടുമായി ബന്ധപ്പെട്ട് അത് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് സ്തോത്രം അത് പിന്നീട് ബുദ്ധിമുട്ടായി മാറി ഹോസ്പിറ്റലിന്റെ അകത്തളത്തിൽ അറ്റാക്കാക്കി മാറ്റി സ്തോത്രം നിന്നെ രോഗിയാക്കാൻ മാറ്റാൻ നോക്കുന്ന ചില രോഗബന്ധനത്തെ ഇന്ന് രാത്രിക്കാലം സ്വർഗം ചില വ്യക്തികളുടെ ഉള്ളരക്കകത്ത് ഇന്ന് രാത്രി ദൈവം അതിനെ പുറത്താക്കുക. ഏതോ സഹോദരിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിക്കാലം പറയുക, യേശുവിന്റെ നാമത്തിൽ രേഖ നസിയാറിയ മമാനികടകസ്യ, യേശുവിന്റെ നാമത്തിൽ കൊളസ്ട്രോൾ ഓവറാക്കി മാറ്റി നിന്നെ രോഗിയാക്കി മാറ്റാൻ നോക്കുന്ന ചില രോഗബന്ധനം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഹീലായി മാറട്ടെ. അദാലിയ അഡാലക സ്യംധൽക്കവനഘടക ദിയാധിയ സമാനിക ലേബ്രക നമാദിയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിന്റെ വചനമാ. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് വ്യക്തിയാണോ ഇന്ന് രാത്രിക്കാലം നിന്റെ ശരീരത്തിന്റെ ഉള്ളൊരു സഹോദരി, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളൊരു ഒരു സൗഖ്യം നടക്കുന്നു. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി അത് കാണുകയാ. യേശുവിന്റെ നാമത്തിൽ കരണ്ടിനേക്കാൾ പ്രകാശത്തെക്കാൾ വേഗത യാത്ര ചെയ്യുന്ന ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം സഹോദരി പേരിടവേ ഇന്ന് രാത്രിക്കാലം അത് ചലിക്കുന്നു. ഇന്ന് രാത്രിക്കാലം സ്തോത്രം തല്ലൊരു യേശുവിന്റെ നാമത്തിൽ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന രോഗമായ ഭാഗം ഇന്ന് രാത്രി ദൈവം അത് തൊടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഹീലായി മാറട്ടെ. സമാധി അനാടകതിയ അർദ്ധനാജകസ്യ അംധൽക്കമനഘടകസ്യ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആരാ 70 പേര് ആയിരിക്കുന്ന വ്യക്തികൾ സന്തോഷിക്കാൻ തുടങ്ങി. അവൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ ആയിരിക്കാൻ തുടങ്ങി. അവൻ സ്തോത്രം അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചത്? സന്തോഷം മടങ്ങി വന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തു പറഞ്ഞാൽ ഒരു ചലനവും നടക്കത്തില്ലെന്ന് യേശു പറഞ്ഞ് പോകാൻ പറഞ്ഞപ്പോൾ വാക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ചലനം സംഭവിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ അതായത് പ്രത്യേകത. പണ്ട് നീ പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് സംഭവിക്കാൻ പോവുക. ഈ ദൂതത്ര പേർക്ക് പിടികിട്ടുന്ന എനിക്ക് അനിത്ര ജനാത്മാവിൽ പ്രവചിക്കുക. നിങ്ങളുടെ വാക്കുകൾക്കകത്ത് ദൈവമഹത്വം ചലിക്കാൻ പോവുക. ലേബ്ര കമാന ഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ റീബ്ര കമാനഘട അദാനഘടകസ്യ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വാക്കുകളെ ചലിപ്പിക്കുവാൻ കഴിവുള്ള സ്വർഗം ഇന്ന് രാത്രി സൂം ഫ്ലാറ്റ് മൂവ്മെന്റ് അകത്തത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ വാക്കുകൾ സ്തോത്രം ചിലർക്കൊരു വിജയമായി ലൈഫിൽ ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വാക്കുകൾക്കകത്തതിൽ ചലനത്തെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള സ്വർഗം ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യയിലുണ്ട്. ജനാസി അറാഖാമാസി അംധാരഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ അതുവരെ അവർ പറഞ്ഞ പല വാക്കുകൾക്കകത്ത് ചലനമില്ലാതിരുന്നു. യേശു പറഞ്ഞിട്ട് പോയപ്പോ വാക്ക് പറഞ്ഞപ്പോ ചലനങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇത് യേശു പറഞ്ഞപ്പോ എന്തു നിർത്തി? ഇവർക്ക് സന്തോഷമുണ്ടായി. അപ്പൊ സന്തോഷമുണ്ടായ ശേഷം യേശു പിന്നീട് ചെന്നറിയോ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു, പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആരോടാ പറഞ്ഞത്? 70 പേരോട് പറയുക കർത്താവ്. അപ്പം ആദ്യം പോയപ്പോ എന്തുണ്ട്? അധികാരമില്ല. അവർ പോയ കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റി മടങ്ങി വന്നപ്പോൾ ജയിച്ചു വന്നവൻ എന്തു സംഭവിച്ചു? അധികാരം കൈമാറി. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുമ്പോൾ വീണ്ടും ദാവീദുമായി ബന്ധപ്പെട്ട വാക്യം എന്റെ ഹൃദയത്തിൽ കൂടി വരിക. നമുക്കറിയാം, കൊടുങ്കാട്ടിന്റെ അകത്തളത്തിൽ കിടന്ന് അപ്പൻ മക്കൾ 7 മക്കളും അപ്പൻ അകത്തളത്തിൽ ഇട്ട് സ്തോത്രം നല്ലവണ്ണം വളർത്തിക്കൊണ്ടുവരും. ഈ ദാവീദും മകനാ. അവൻ 8ാമത്തെ മകനായതുകൊണ്ട് ഇളയ മകനെ 7 എന്നുള്ള സംഖ്യ പൂർത്തീകരണമുള്ള സംഖ്യ, 8 എന്നുള്ള പൂർത്തീകരണമല്ലാത്ത സംഖ്യ എന്തുവായിക്കൊള്ളട്ടെ. സ്തോത്രം ഏറ്റ ഇളയ മകനെ അപ്പന്റെ കൂടെ നിർത്തേണ്ട മകനെ എവിടേക്ക് കാട്ടിന്റെ അകത്തളത്തിലേക്ക് വിട്ടെങ്കിലും അവിടെ സംഭവിച്ചൊരു വിഷയമുണ്ട്. ഇവൻ ആരാ?
ഇവൻ ചെറുപ്പത്തിലെ യോദ്ധാവാ. അപ്പനോ സഹോദരന്മാർക്കോ മനസ്സിലാകുന്നില്ല ഇവൻ ആരെന്ന്. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക, ഒരിക്കൽ ഇവന്റെ മൃഗത്തെ പിടിക്കുവാൻ കയറി വന്ന ബാലസിംഹത്തെ കരടിയെ താടിയലിൽ പിടിച്ച് അടിച്ചു കൊന്ന ചരിത്രം എവിടെയുണ്ട്? അവൻ ദാവീദിന്റെ ലൈഫിന്റെ അകത്തത്തിലുണ്ട്. അത് അപ്പനോ അമ്മയോ അറിഞ്ഞിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ. എന്തുകൊണ്ട് അവൻ പറഞ്ഞിട്ടില്ല? ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക, പറഞ്ഞിട്ടില്ല. അപ്പോ അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാർ ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിധി എഴുതി, ഇവന് ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിധി എഴുതുമ്പോൾ അവര് ചെയ്യാത്ത കാര്യം കാടിന്റെ അകത്തത്തിൽ ദൈവം അവനെ കൊണ്ട് ചെയ്യിക്കും. ഇത് എത്ര പേർക്ക് പിടികിട്ടുന്നു? കുഞ്ഞെ എന്നെ നോക്കി അവൻ ചിലർ പറയുക നിന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല. സ്വർഗം പറയുക അവൻ നിങ്ങൾ കൂടി ഇനി ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുന്നതാ. അവൻ സ്തോത്രം ഒന്നിനും കഴിവില്ലെന്നോ മാറ്റി നിർത്തണം നടുവിൽ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിക്കാലം ആമേൻ പറഞ്ഞാട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള സ്വർഗം ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കേൾക്കണമോ? അപ്പോൾ ദൈവം അവന്റെ കൂടെ, ദാവീദിന്റെ കൂടെ നിന്നു. അപ്പോൾ അവൻ എവിടെ വെച്ച? കാട്ടിവെച്ച യോദ്ധാവാ. അവൻ അവിടെ വിജയിച്ചു ഇരുന്നവനാ. സ്തോത്രം. ആ വിജയം കണ്ടവൻ ആര് കണ്ടു? ഉലകത്തെ നിർമ്മിച്ച ദൈവം, യഹോവയായ ദൈവം അവന്റെ പോരാട്ടത്തെ കണ്ടിട്ട്, സ്തോത്രം, ഈവന് വേണ്ടി മുന്നമേ, സ്തോത്രം, അവൻ ശമൂവേലിനെ അവിടേക്ക് വിട്ടത്. ശമൂവേലിനോട് പറഞ്ഞില്ല, ഒരാൾ ഞാൻ കണ്ടെന്ന് മാത്രമേ ദൈവം പറഞ്ഞു. സ്തോത്രം. അതിന്റെ അർത്ഥം തള്ളിക്കളഞ്ഞ സഹോദരന്മാരുടെ മധ്യയിൽ വെച്ച് ഇവനെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് ദൈവം ചില രഹസ്യങ്ങളിൽ മറച്ചു വെച്ച് വീടിന്റെ അകത്ത് വന്നപ്പോഴാണ് രഹസ്യത്തിന്റെ ചുരുളിനെ ദൈവം പൊട്ടിച്ചത്. യേശുവിന്റെ നാമത്തിൽ അപ്പന്റെ വായ്ക്കൂടെ പുറത്തു വന്നു, ഇനി ഒരു മകനുണ്ട്. കേൾക്കണമോ? ആ യോദ്ധാവ അവൻ, സ്തോത്രം, അവൻ ജയിച്ചു വന്നതുകൊണ്ട് കയ്യിലിരിക്കുന്ന തൈലൊക്കെ അവന്റെ തലയിലേക്ക് ഒഴിച്ചപ്പോ ഇസ്രായേൽ ഒന്നാമത്തെ രാജാവ് പേടിച്ചു മാറി ഗോലിയാത്തിനെ കണ്ട് മാറി നിൽക്കുമ്പോ ഇവൻ ആ കളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവൻ സഹോദരന്മാർ അവനെ പുച്ഛിക്കാൻ തുടങ്ങി. കേൾക്കണമോ? അവന്റെ കയ്യിലിരിക്കുന്ന 5 കല്ലിൽ ഒറ്റ കല്ല് മതിയായിരുന്നു ഗോലിയാത്തിന്റെ തല തകർക്കുക. അവന്റെ തിരിതെറ്റിക്ക് ചെന്ന് കല്ലുകൊണ്ടപ്പോ അവൻ ബോധം കെട്ടവനെ പോലെ പറഞ്ഞു താഴെ വീണെങ്കിൽ ഓടിച്ചെന്ന് അവന്റെ ഉറക്കിടക്കുന്ന വാളെടുത്ത് അവന്റെ കഴുത്തു വെട്ടിമാറ്റിയിട്ട് അവന്റെ തല കരത്തിൽ പിടിച്ചിരിക്കുക. അവന്റെ കഴുത്തിൽ കൂടി രക്തം ധാരധാരയായി ആ ഭൂമിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. കേൾക്കണമോ? ചില നാളുകൾ, മാസങ്ങളായി അവൻ ഇസ്രായേലിനെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി, അവൻ നശിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തവന്റെ തല ഒരു പയ്യന്റെ കയ്യിലിരിക്കുകയാണെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് പിടിക്കുന്നുണ്ടോ? എടാ, ദൈവ നിയോഗമുള്ളവന്റെ കയ്യിലിരിക്കുകയാണെന്ന്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സാത്താനിയെ മേഖലകളെ തകർക്കുന്ന അധികാരം കുഞ്ഞ് നിങ്ങളുടെ കരത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അതിന്ന് രാത്രി നീ ആത്മാവിൽ ഓപ്പണാക്കാം. ഇന്ന് രാത്രി നീ തയ്യാറെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്രേസ് സിസ്റ്റമേ ദൈവത്തിന്റെ മഹത്വം ചലിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഷീന അനീഷിനുമേ ദൈവത്തിന്റെ മഹത്വം ചലിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിക്കാല അവയെ ചില മുഖത്തെ തകർക്കുന്നതാ. യേശുവിന്റെ നാമത്തിൽ ഒരു പയ്യ ചെറുപ്പക്കാരി യോദ്ധാവിനെ പോലെ അവിടെ ഇറങ്ങിച്ചെന്ന് ഗോലിയാത്തിന്റെ തല തകർത്ത് കണ്ടിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, അവൻ ജനത്തെ ഉണർവിലേക്ക് വിടാതെ തടയുന്ന പ്രധാനപ്പെട്ട ശക്തിയില്ലേ, അതിനെ ദൈവം നിന്റെ കരങ്ങളിൽ തരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ രാജ്യത്തിന്റെ അകത്ത് ചലനത്തെ അവൻ ജനത്തെ പാവത്തിലേക്ക്, ശാപത്തിലേക്ക് അവൻ വിടുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് രാത്രിക്കാണ് അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടി ചിലർ ഇന്ന് രാത്രി അതിനെ തകർക്കാൻ പോവുക. അത് ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തിന് പ്രാപിച്ചോ. നിങ്ങളുടെ വാക്കുകൾക്കകത്തൊരു ചലനങ്ങൾ സംഭവിക്കുന്നു, രാജ്യങ്ങൾക്കകത്ത് ചലനങ്ങൾ സംഭവിക്കുന്നു, പട്ടണത്തിന്റെ അകത്തൊരു ചലനങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് രാത്രിക്കാൾ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ പ്രാർത്ഥന രാജ്യത്തെ പിടിച്ചു കുലിക്കുന്നതാ. നിങ്ങളുടെ പ്രാർത്ഥന ദേശങ്ങളെ പിടിച്ചു കുലിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ലോക രാജ്യത്തെ ഉണർവിലേക്ക് നയിക്കുക. അങ്ങൊരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില സഹോദരന്മാര് മേൽ ദൈവം ഇന്ന് രാത്രിക്കാലം പകരുകയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ചില കുടുംബത്തിൽ നൽകിയിരുന്നു. അഭിഷിക്തന്മാർ
മേൽ വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ തല, സാത്താന്റെ തല തകർത്ത കർത്താവ്, സ്തോത്രം, ആ സാത്താന്റെ ആ ശക്തിയെ തകർക്കുക ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ അനോയിന്റ് ചെയ്തിരിക്കുക. അത് ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയൂ? യേശുവിന്റെ നാമത്തിൽ ഒരു ദാവീദിന്റെ കയ്യിൽ ഗോലിയാത്തിന്റെ തല കയ്യിലിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന തലമുറയാണ് ഭാവിയെ ബ്ലോക്കാക്കിയ ശക്തിയില്ല. ഇന്ന് രാത്രി അതിനെ വെട്ടുവാൻ അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗ്ഗം ഇറങ്ങി പ്രവർത്തിക്കുന്ന രാത്രികാലമായി മാറുകയാ. യേശുവിന്റെ നാമത്തിൽ ആരുടെയൊക്കെ തലമുറയുമായി ബന്ധപ്പെട്ട് ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കറിയാം, ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ രാജ്യത്തിന്റെ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറ രക്ഷപ്പെടത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില വാചകതകൾ ഇന്ന് രാത്രി സ്വർഗ്ഗം അതിനെ പൊട്ടിച്ചു കളയുക. കുഞ്ഞെ, അഭിഷേകം നിങ്ങളുടെ മേലുണ്ടോ? ഇന്ന് രാത്രി ചിലത് തകരും. അഭിഷേകമെല്ലാം മുഖത്തെ തകർത്ത് കളയുന്നത് സമാനിയ എന്നോട് ദൈവം പറഞ്ഞു, ഇതിനകത്ത് യോദ്ധാക്കന്മാർ എന്റെ മതിലുണ്ട്. ഇന്ന് രാത്രികാലം കർത്താവിനാൽ യോദ്ധാവാക്കി മാറ്റത്തക്കവണ്ണം ദൈവം ഇന്ന് രാത്രിക്കാലം ചിലരെ അനോയിന്റ് ചെയ്തിരിക്കുക. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കുഞ്ഞെ, സാധാരണ ഒരു വ്യക്തിയല്ല നീ, സാധാരണ മനുഷ്യരല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു ദൈവത്തിന് വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില സഹോദരിമാരെ നോക്കി, സഹോദരന്മാരെ നോക്കി, ദൈവദാസന്മാരെ നോക്കി ഇന്ന് രാത്രി ദൈവം പ്രവചിക്കുന്നു. നിങ്ങളുടെ സീസണ 2025 നിങ്ങളുടെ ഭാവിയെ തകർക്കുക. ഉലകജനത്വത്തോ ഒരു പൈശാചികത്തിനോ ഒരു മനുഷ്യമണ്ഡലത്തിന് കാര്യത്തിലെ കാരണം വിജയം സ്വർഗം നേരത്തെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കേൾക്കണമോ? ശത്രുവിന്റെ തല ആരുടെ കയ്യിലിരിക്കുക? അവന്റെ കയ്യിലിരിക്കുക. ചില മണിക്കൂറുകൾക്ക് മുമ്പേ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പേ ഇവനെ കൊണ്ട് ഒന്നിനെ കൊള്ളത്തില്ലെന്ന് വിധി എഴുതിയവരുടെ മധ്യേ ഇസ്രായേലിലെ രാജാവ് പേടിച്ചു മാറി നിൽക്കും. ഒരു ചെറുപ്പക്കാരൻ ആ ഗോലിയാത്തിന്റെ ശത്രുവിന്റെ തല കൊയ്തെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാല മുഖമോ പൊക്കമോ അല്ല ദൈവത്തിന് വിഷയം. ഇന്ന് രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ഉപയോഗിക്കാൻ പോവുക. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു. ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവം മാനിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അലക്സ് ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ചലിക്കാൻ പോവുക. ചില വിഷയത്തിന്റെ അകത്തത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ. ഇതുവരെ പ്രാപിക്കാത്ത ചില വിഷയത്തിന്റെ മധ്യേ ചില ദൈവത്തിന്റെ മഹത്വങ്ങൾ ഇറങ്ങിയിട്ട് അത് വിടുതലാക്കി മാറ്റത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ചില പേപ്പേഴ്സിന്റെ അകത്തത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവര് ചിന്തിച്ചു ഒന്നിനും കൊള്ളത്തിൽ നിന്ന് ചിന്തിച്ചതാ. ദൈവം അത് റിട്ടേൺ തിരിച്ചു. ഇവൻ യോദ്ധാവെന്ന് തെളിയിച്ചു. ഇതാ ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി അത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ അമലാക്കെ സാമുവൽ ഇന്ന് രാത്രി വിശ്വസിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. വിശ്വസിക്കുക. ദൈവം ഇങ്ങനെ പറഞ്ഞു, 3 ദിവസത്തിന്റെ ഉള്ളറി ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവത്തിന് ചെയ്യേണ്ടതുകൊണ്ട് പരിശുദ്ധമാവും ഇന്ന് രാത്രി ദൂത് കൈമാറുക. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയത്തിന് മധ്യം ഇന്ന് രാത്രിക്കാല ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ മടങ്ങി വരട്ടെ. അപ്പോൾ യേശു കർത്താവ് പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ മുഴുവനത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞിട്ട് യേശു അധികാരം 70 പേരുടെ മേലെ കൈമാറി. ഈ അധികാരം എന്തുവാ സംഭവിച്ചത് കേൾക്കണമോ? അവർ പട്ടണത്തെ ഇളക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ അവന് അധികാരമില്ലാതെ പറഞ്ഞപ്പോൾ അദൃശ്യമണ്ഡലത്തിൽ ശക്തി കെട്ടേറ്റ് താഴെ വീണതാ. അധികാരം വന്നപ്പോ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ചിന്തിക്കുക, പട്ടണത്തിൽ ഭയങ്കര ഉണർവിന്റെ തീ പിടിക്കാൻ തുടങ്ങി. ആ തീ ആ പട്ടണത്തിലെ
പലരെ ക്രിസ്തുവിലേക്ക് തിരിച്ചെന്ന ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. യേശുവിന്റെ നാമത്തിൽ ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി കഴിഞ്ഞ നീ ഒരു സ്ഥലം കൊണ്ട് ഒതുങ്ങത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, ദൈവമഹത്വം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നീ രാജ്യത്തിന്റെ അകത്തത്തിൽ ഒരു വലിയ ചലനമായി മാറും. ദേശത്തിന് മുമ്പിൽ ഒരു ചലനമായി മാറും. ലോക രാജ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രിക്കാൽ ഞാൻ ആത്മാവിൽ പറയുന്നു, സ്തോത്രം. ദൈവം ചിലരെ ശക്തമായി പുറത്തിറക്കാൻ പോകുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ആർക്കൊക്കെയോ വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നിനക്കാണ് ഒരു വെളിപ്പാട്. അവൻ ദൂതൻ ഡോറ് തുറന്ന അവൻ ഓപ്പൺ ആക്കി പട്ടണത്തിലെ പ്രധാന വാതിക്ക് സ്വതവെ തുറന്നു കൊടുക്കുക. അവൻ ചില വാതിലുകൾ സ്വർഗം ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം അതിനെ തുറന്നിടുകയാണ്. ഞാനത് ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ലീബ്ര ഖമ സമ ദിയ നിഗഡഗദിയ യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെ തേളികളെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നോക്കണമേ. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. പലരും അങ്ങനെ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞാൽ നിങ്ങളുടെ അവസാന ശ്വാസം പോകുന്നത് വരെ നിങ്ങളെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ദൂത് എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ അവൻ ഇന്ന് രാത്രിക്കാലം തയ്യാറെങ്കിൽ അവരുടെ മേലിൽ ദൂത് ഒരു ചലനമായി മാറാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കലെ അങ്ങനെ ഒരു ഉറപ്പ് പരിശുദ്ധമായി ചേർക്ക് തരികയാണ്. ഇനി ശാപത്തിന് തൊടാൻ കഴിയത്തില്ല, രോഗത്തിന് തൊടാൻ കഴിയത്തില്ല, നിങ്ങളുടെ കുടുംബത്തെയോ തലമുറയോ നശിപ്പിക്കാൻ, പ്രിയപ്പെട്ടവർ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അതിനെ തകർക്കുന്ന ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി സ്വർഗ്ഗം ചിലരിടമേ, ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പറയട്ടെ, ചിലരിടമേ ദൈവം ഇന്ന് രാത്രിക്കാലം ഇടുകയാ. അഭിഷേകത്തിന്റെ പ്രത്യേകത പുതിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ കൊടുത്ത അഭിഷേകത്തിൽ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. എന്തുകൊണ്ട് ചോദിച്ചാൽ, അവർ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ ഒരു യൗവനക്കാരുടെ ഉള്ളറിൽ വ്യാപരിക്കുന്ന ഭൂതത്തെ ഒന്ന് ശാസിച്ചതുള്ളൂ. സ്വതം അവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ചേ പിടിച്ചെന്ന് ഇവനെ പിടിച്ച് അടുത്ത സെക്കൻഡ് സ്തോത്രം എന്തു ചെയ്യുന്നു, ഇവരെ വലിച്ചുകൊണ്ടുപോയി. എവിടേക്കാ? അമേഷ്ടോർ ഛന്ദസത്തിൽ വലിച്ചുകൊണ്ടുപോയി. അവരെ ഉപദ്രവിച്ച ശേഷം അകത്തെ തടവറയ്ക്കകത്ത് ഇട്ടിരിക്കുക. സ്തോത്രം. വേറെ ഒന്നും ചെയ്തില്ല, ദുരാത്മാവിനെ ഒന്ന് വെട്ടിയതേ ഉള്ളൂ. സ്തോത്രം. അവിടെ സംഭവിച്ചു കേൾക്കണമോ? ദൈവം കൊടുത്ത അനോയിന്റിങ്ങിന് മറ്റൊരു പ്രത്യേകത പറയാം. അന്നത്തെ രാത്രി കൈയും കാലും ആമത്തിലിട്ട് കൂട്ടിയെങ്കിലും അവിടെ ഒത്തിരി പാപത്താൽ പിടിക്കപ്പെട്ട് ഒത്തിരി വലിയ തടവുകാർ കിടക്കുന്ന തടവ് ആ ജയിലിന്റെ അകത്തത്തിൽ കിടന്നിട്ട് അന്നത്തെ രാത്രി അവർ ആരാധന ആരംഭിച്ചപ്പോൾ അവരിക്കുന്ന സ്ഥലം കുലുങ്ങി, അടിസ്ഥാനം കുലുങ്ങി. കേൾക്കണമോ? അവരുടെ കൈ കിടക്കുന്ന ഇരുമ്പ് ചങ്ങലകൾ അത് അക്ഷര്യമായി അഴിഞ്ഞു. രാത്രി എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അവരുടെ കൈ കിടക്കുന്ന ഇരുമ്പ് ചങ്ങലകളെ അഴിക്കുന്ന അഭിഷേകം ഇടപെടപ്പെട്ട് അന്നത്തെ രാത്രിയുടെ പ്രാർത്ഥനയ്ക്കകത്തതിൽ വെളിപ്പെട്ടു വന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് ഇന്ന് രാത്രി ദൂത് പിടികെട്ടുന്നുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥന ചലനത്തെ സൃഷ്ടിക്കുന്നതാ, നിങ്ങളുടെ പ്രാർത്ഥന സാത്താന്യ ബന്ധനത്തെ പൊളിക്കുന്നതാ, നിങ്ങളുടെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ ഇരുളിന്റെ മേഖലകളെ തകർക്കുന്നതാ. കേൾക്കണമോ? ആവേശത്തോടെ അവിടെ കിടന്ന പൗലോസിന്റെ ശീലാസിന്റെ ചങ്ങല മാത്രമല്ല പൊട്ടിയത്, അവിടെ കിടക്കുന്ന സകല തടവുകാരുടെ ഇരുമ്പ് ചങ്ങല അന്നത്തെ രാത്രി പൊട്ടി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക. അവൻ ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ ശിശൂട്ട തീർന്നതല്ല, അവൻ ഒന്നുകൂടെ പറയണ പവർ കൂടി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. യേശുവിന്റെ നാമത്തിൽ അല്പ ശരീരം അടിയേറ്റ് മുറിവേറ്റ് ശരിയാ, എങ്കിലും അവിടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചില്ല. പുറമെ ക്ഷീണിച്ചെങ്കിൽ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചില്ല. അകത്തെ മനുഷ്യൻ രാത്രി സമയം ഇടപെടാൻ തുടങ്ങി. അകത്തെ മനുഷ്യൻ അവൻ ശരീരം ക്ഷീണിച്ചവർ ഉറങ്ങാൻ സാഹചര്യമുണ്ട്, എങ്കിലും ഉറക്കത്തെ അകത്തെ മനുഷ്യൻ കളഞ്ഞെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിലാണ് ഇന്ന് രാത്രിക്കാലം പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ദൂത് പിടികിട്ടുന്നുണ്ട്? അവൻ പുറമേ നോക്കിയ ശരീരമെല്ലാം അടിച്ച് ബ്ലഡ് ഒഴുകി, രക്തം വാർന്ന് ഒഴുകിപ്പോയി. ഏത് നിമിഷം ഒന്ന് കിടന്നാൽ ഉറങ്ങിപ്പോ സാഹചര്യമുണ്ട്. ഞാൻ പറയട്ടെ, അകത്തു പകർക്കപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി അവരെ കിടന്നുറങ്ങാൻ അനുവദിച്ചില്ല. അന്നത്തെ രാത്രി ആരാധനയെ തുടങ്ങി. ശരീരം വേദനയാ, ശരിയാ, കൈയടിച്ച് ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിലും അന്യഭാഷകളിൽ അവർ നാവെടുത്ത്
ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷയ്ക്കകത്തെ ചങ്ങലകൾ പൊട്ടിയെന്ന ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബത്തിന്റെ ഉള്ളറിയ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ചില ചങ്ങലകളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അതിനെ പൊളിച്ചു കളയുന്നു. ലിബാല സമാരിയ റഖാനസി അംതാർക്കബനഗഡഗസിയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ റീബ നഗ നഗഡഗസിയ സാജൻ സാമുവൽ പാസ്റ്റർ സാജൻ സാമുവൽ ഇന്ന് രാത്രിക്കാർ ദൈവം പറയുക സാത്താന്യ സാമ്രാജ്യത്തെ തകർക്കുന്ന ഒരു ഭയങ്കര അനോയിന്റിങ് ദൈവം ആ ദൈവദാസന്റെ മേൽ ദൈവം കൊടുത്തോണ്ട് ഐഡിയയുമായി ബന്ധപ്പെട്ട് ഞാൻ ആത്മാവിൽ പറയാം. ലിബ്ര ഖമാനഘടക സംധൽ കപനഘടകസ്യ റേബൽ ഖമനഘടകസ്യ അംധൽ കപനഘടകസ്യ സാത്താന്യ കോട്ടകൾക്കകത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന ജനത്തെ ഉണർവിലേക്ക് നയിക്കുന്ന ഒരു നിയോഗം ആ വ്യക്തിത്വങ്ങളുടെ അകത്തത്ത് കിടപ്പുണ്ട്. അത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാൾ സന്തോഷമുള്ളവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ പറയാൻ അധികാരമുണ്ട്. ചിലരുടെ അധികാരമുണ്ട്. അധികാരം ഇന്ന് രാത്രി എടുത്ത് വിനിയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതന്റെ അകത്തേക്ക് വരിക. മോശയോട് ദൈവം എന്ത് പറഞ്ഞത്? നീ വടി താഴെയിടാൻ പറഞ്ഞു, അധികാരം ഉപയോഗിക്കാൻ പറഞ്ഞു. കൈ വടിയിരിക്കുക, അധികാരം കൊണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ദൈവം മോശയോട് എന്തോ പറഞ്ഞത്? നീ താഴേക്കിടാൻ പറഞ്ഞു. സ്തോത്രം. താഴേക്കിട്ടപ്പോ എന്തോ സംഭവിച്ചത്? അതൊരു പാമ്പായി തീർന്നു. മന്ത്രവാദികൾ അതുപോലെ തന്നെ ചെയ്തത്. മന്ത്രവാദികൾ അതുപോലെ ചെയ്തപ്പോ അവൻ മോശയുടെ കയ്യിലിരിക്കുന്ന വടി, ആ വടി എന്ത് സംഭവിച്ചു? മന്ത്രവാദിയുടെ വടിയെ വിഴുങ്ങി. ഒന്നുകൂടെ പറയുന്ന മന്ത്രവാദ ശക്തിയെ വിഴുങ്ങിയെന്ന്. അഭിഷേകം എല്ലാം മുഖത്തെ തകർക്കുന്നതാണ് യേശുവിന്റെ നാമത്തിൽ. അവരുടെ മന്ത്രവാദ ശക്തിയെ മോശയിൽ കൂടി അവിടെ പുറത്തിറക്കി. യേശുവിന്റെ നാമത്തിൽ പുറത്തിറക്കിയിട്ട് എന്തോ സംഭവിച്ചത്? അവരുടെ മന്ത്രവാദത്തിൽ ശക്തിയെ മോശയുടെ വടി വിഴുങ്ങിക്കളഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, അഭിഷേകം ചിലതിനെ വിഴുങ്ങാൻ പോവുക. റിയ സഗ ലഖ മസ നെഗേജി അനാഥിയ ഇന്ന് രാത്രിക്ക് അധികാരത്തോടുകൂടി ചിലരെ കൽപ്പിക്കുക. അധികാരത്തോടെ അടിക്കാൻ തയ്യാറാക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അനാഥിയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക. ആരുടെ കണ്ണുമായി ബന്ധപ്പെട്ട് അവയെ കാഴ്ചപ്പാടിനെ തുറക്കാൻ പോയി ലീബ്ര ഖമാ നഗഡഗസിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമഹത്വം ചലിക്കട്ടെ. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ആ മോശയെ കൂടിയ പിന്നീട് 30 ലക്ഷത്തിൽ പരം ജനങ്ങൾ അക്കരെ കടക്കണം. അന്നത്തെ രാത്രി ഒറ്റ രാത്രി ദൈവം പറഞ്ഞു, നീ നിന്റെ കയ്യിലിരിക്കുന്ന അധികാരത്തിന്റെ വടി നീട്ടാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അധികാരം കയ്യിലുണ്ടെന്ന് അപ്പൊ സ്തോത്രം മോശയ്ക്ക് അത് ചെയ്യാം. എങ്കിലും സ്തോത്രം കേൾക്കണമോ? ദൈവം പറഞ്ഞു കൊടുക്കുക, നീ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ചെയ്യാൻ പറഞ്ഞു. കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടിയപ്പോ ആ ചെങ്കടൽ രണ്ടായി പിളരാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോട് പറയട്ടെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, സഹോദരിമാരെ, അധികാരം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അധികാരത്തെ ഇന്ന് രാത്രി എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറായ സ്വർഗം നിങ്ങളെ ഒരു ചരിത്രമാക്കി മാറ്റുമെന്ന ഞാൻ ദൈവാത്മാവിന് ദൂത് കൈമാറുക. അഭിഷേകത്തിന്റെ ശക്തി ഏത് പ്രതിസന്ധികളെ പൊട്ടിക്കുന്ന അഭിഷേകം എല്ലാ ശ്രാപത്തെ തകർത്ത് കളയുന്നതാ. ലീബ്ര ഖമാനഗസിയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറൊരു വാക്യം ഹൃദയത്തിൽ കൂടി വരിക. കേൾക്കുന്നതോ? എലീശ എന്നൊരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത പറയാം. അവന്റെ കയ്യിൽ അസാധാരണ അഭിഷേകത്തിന്റെ പകർച്ച വീണവനാ. ആ വീണ മനുഷ്യൻ അവൻ കോടാലി നിറച്ച് വെള്ളത്തിൽ പോയി പ്രവാചകനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോല് വെട്ടിയിട്ട് അതെടുത്ത് പോയ സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ കെറിഞ്ഞെന്ന്. അവിടെ സംഭവിച്ചെന്ന് കേൾക്കണമോ? ഈ പ്രവാചകന്റെ അകത്തത്തിൽ ആയിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അതെന്ത് ചെയ്ത? കോലിലേക്ക് അത് വർക്കൗട്ടായി. അത് കോലിന്റെ അകത്തത്തിൽ അവൻ കൈ പിടിച്ചപ്പോ കോലിൽ അഭിഷേകം ചലിക്കാൻ തുടങ്ങി. ആ കോലിൽ വ്യാപരിക്കുന്ന അഭിഷേകം അവൻ കമ്പെടുത്ത് എറിഞ്ഞപ്പോ തന്നെ ആ പോയ സ്ഥലത്ത് ചെന്ന് കമ്പ് വീണു. ആ കോലിലേക്ക് അഭിഷേകത്തിന്റെ പകർച്ച നിന്നപ്പോ ആ അഭിഷേക പകർച്ച എവിടെ ചെന്നു? യോദ്ധാന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. യോദ്ധാന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഒരിക്കൽ ലോകജനത്തിൽ ഇന്നു വരെ ഇരുമ്പുകൾ പൊങ്ങിയിട്ടില്ല. അഭിഷേകം അകത്ത് കിടക്കുന്ന ഇരുമ്പിനെ പൊക്കിക്കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, നിങ്ങളുടെ പ്രാർത്ഥന അടിത്തട്ടി കിടക്കുന്നത് പൊക്കുന്നതാ. നിങ്ങളുടെ പ്രാർത്ഥന വർഷങ്ങളെ മറുപടി കിട്ടാത്ത വിഷയത്തെ എഴുന്നേൽപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കുരുട്ടുകളെ തുറക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥന തളർവാതിലെ എഴുന്നേൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരൊക്കെ ആത്മാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പ്രവചിക്കുക. അവൻ അധികാരം വെച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചുമ്മാതിരിക്കുക. ആത്മാവിൽ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് വേണ്ടി അത്ഭുതങ്ങൾ തീർക്കുന്ന രാത്രിയായി മാറുകയാ.
റമാനഗതി അംധൽക്കമനഗടഗതിയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിന്റെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂത ദൈവം പറയുന്നു, തൊണ്ടയുമായി ബന്ധപ്പെട്ട് ആരുടെയോ തൊണ്ടയുമായി ബന്ധപ്പെട്ട് ചില രോഗബന്ധനത്തെ ഇന്ന് രാത്രി സ്വർഗം അതിനെ തൊടാൻ പോകുക. ഓ, ഇരുവാട്ടുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാൽ ചില ശരീരത്തിന്റെ ഉള്ളറകിൽ ആ തൊണ്ടയ്ക്കകത്ത് ഇന്ന് രാത്രി സൗഖ്യമായി മാറട്ടെ. ലബാ നഗടഗസ്യ. നിന്നൊരു മാറാ രോഗിയാക്കി മാറ്റി ആ മാറ്റാൻ നോക്കുന്ന ചില രോഗബന്ധനത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ഹീലാക്കി മാറ്റുക. യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. അപ്പോൾ അധികാരം ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെടുത്ത് പ്രയോഗിക്കണം. ഈ 70 പേര് എന്ത് ചെയ്തു? ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. സ്തോത്രം. അവർ അന്ന് ദൈവം കൊടുത്ത അഭിഷേകം, ആ പകർച്ച അവർ അടക്കി കളഞ്ഞിട്ടില്ല. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. അവർ ഓരോ പട്ടണത്തിന്റെ അകത്തത്തിൽ പിന്നീട് ചെന്ന് ആ പട്ടണത്തിൽ ബന്ധിക്കപ്പെട്ട ബന്ധനത്തെ അഴിച്ചു കളയുക. ഭൂലോകത്താൽ ഭാരപ്പെടുന്ന ചെറുപ്പക്കാരായിക്കോട്ടെ, ഏത് വ്യക്തിത്വമായിക്കോട്ടെ, അവരുടെ ബന്ധനത്തെ അഴിച്ചുകൊണ്ട് പുറത്തു കൊണ്ടിട്ട് ഒരു കാര്യം പറയും, യേശു കർത്താവും ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അമേ. പലരും യേശു ക്രിസ്തുവിലേക്ക് തിരിയാൻ തുടങ്ങി. ആ 35 ഗ്രൂപ്പുകൾ ആ സ്ഥലത്ത് ചലനത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വചനത്തിലില്ല. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുക. ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. രാജ്യത്തെ ചലിപ്പിക്കേണ്ട നിയോഗം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പേര് പറയുന്നില്ല, ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ രാജ്യത്തെ ചലിപ്പിക്കാൻ നിയോഗമുള്ളവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആയിരങ്ങൾ നിങ്ങൾ മുഖാന്തരം പുറത്തു വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആയിരങ്ങൾ പുറത്തു വരാൻ പോകുന്നു. അങ്ങനൊരു നിയോഗത്തോടുകൂടി ദൈവം വ്യത്യസ്തമായി നിങ്ങളെ നിർത്തിയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ആയിരിക്കുന്ന രാജ്യത്തിന്റെ അകത്തളത്തില് അവിടുത്തെ പൈശാചികത്തിന്റെ കൊമ്പിനെ ഒടിച്ചു കളയുന്നത് പോലെ അവന്റെ ആധിപത്യത്തെ തകർത്ത അവന്റെ പിടിക്കിടക്കുന്ന ജനത്തെ ഉണർവിലേക്ക് നയിക്കത്തക്കവണ്ണം ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഈ നാളുകളിൽ വരുന്ന 5-ാമത്തെ മാസം ദൈവം ചിലരെ ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്നു. അഭിഷേകം ഇന്ന് രാത്രി ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ കൽപ്പിച്ചോ, ചിലത് തകരാൻ പോകുകയാ. ജൂഡാറ മനാദിയ കനൗസിയ റമാഖ ലാദിയാരിയ സാധാരിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കേൾക്കണമാ. ഞാൻ ഒരു വിഷയം കൂടെ പറയാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരും ഞങ്ങളും ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ അതിൽ വഴിയിൽ ഒരു കുടിയിരിപ്പിനെ അമ്മ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്തോത്രം, ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു സുവിശേഷ വിരോധിയുണ്ട്. അപ്പൊ ഭയങ്കര എതിരാ. എവിടെ ആ സ്തോത്രം മീറ്റിംഗ് നടത്തിയ അല്ലെങ്കിൽ പരിശോധന ആയിക്കോട്ടെ, ഞങ്ങളെ കൊല്ലും അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ ഭീഷണി മുടക്കി വ്യക്തിയാ. സ്തോത്രം കേൾക്കണമോ? ഇഷ്ടം ഞങ്ങൾ ശക്തമായി കുടിയിരിപ്പിനെ ഇളക്കി പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി ആ കുടിയിരിപ്പിനെ ഇളക്കി മറിച്ചു വെച്ചു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയുടെ മകൾ 2 വട്ടം സ്തോത്രം വിഷം കഴിച്ചു. സ്തോത്രം. അപ്പം ആ വ്യക്തി അവസാനം സ്തോത്രം ആത്മഹത്യക്ക് വേണ്ടി തൂങ്ങി. ആരും മരിച്ചില്ല. ഞാൻ ഇന്ന് രാത്രികാലം പറയട്ടെ, അന്ന് മുതൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് എന്നെ നേർക്ക് നേരെ നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, ഇവൻ സുവിശേഷം ഇവനെ വിടരുത്. പലരോടും പറയും, എനിക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതി എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ. സ്തോത്രം കേൾക്കണ. കഴിഞ്ഞ 1-2 മാസം മുമ്പേ എന്റെ നേർക്ക് നേരെ ഞാൻ കണ്ട് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചുവിട്ട് സന്തോഷത്തോടെ പോകുവാനിടയെ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുക, അഭിഷേകം ഏത് കുടിയിരിപ്പിനെ പൊളിക്കുന്നതാ. അവന്റെ അകത്തത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവായി എന്നോടെതിരായി മാറിയത്. അത് മനുഷ്യൻ ആയി വന്നെങ്കിലും മനുഷ്യന്റെ അകത്തിരിക്കുന്ന കുടിയിരിപ്പിനെ തകർക്കുന്ന അനോയിന്റിങ് ഇന്ന് രാത്രി എന്റെ മേൽ മാത്രമല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അതിന്ന് രാത്രിക്കാലം അതെടുത്ത് പ്രയോഗിക്കുക. നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്തടിക്ക. ഇന്ന് രാത്രി ചിലത് അത് വീഴാനിടയാകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ തിരിച്ചറിയുന്നു, ആ 70 പേരും അവരടങ്ങിയിരുന്നിട്ടില്ല. അവർ ഓരോ ഗ്രാമത്തെ ചലിപ്പിക്കാൻ തുടങ്ങി. ആ ചലനം പല സ്ഥലത്തും ഒരു ചലനത്തെ സൃഷ്ടിച്ചു.
കേൾക്കണമോ? അവൻ തലമുറ കൈമാറിയത് പോലൊക്കെ ദൈവമഹത്വം ചലിക്കാൻ തുടങ്ങി. പിന്നീട് അവരെ പറ്റി പറയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, അങ്ങനെ യേശുവിന് അവൻ 12 ശിഷ്യന്മാരല്ലാതെ വേറെ 70 ശിഷ്യന്മാരുണ്ടെന്ന് ശുദ്ധ വേദപുസ്തകം കാണാൻ കഴിയുക. യേശുവിന്റെ നാമത്തിൽ അവർക്കും അധികാരം കൊടുത്തു. 12 ശിഷ്യന്മാർക്കും അധികാരം പിന്നീട് കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം കേൾക്കണമോ? അധികാരത്തോടുകൂടി പിൽക്കാലഘട്ടങ്ങൾ യേശു കർത്താവ് ഈ ലോകം വിട്ടുപോയ ശേഷം അപ്പോസ്തലന്മാർ ശക്തമായി എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പോസ്തലൻ ഒറ്റ വാക്കിന് മുടന്തർ എഴുന്നേൽക്കാൻ തുടങ്ങി. കേൾക്കണമോ? അപ്പോസ്തലന്മാരുടെ നിഴലുകൾ തട്ടി രോഗം സൗഖ്യമാകാൻ തുടങ്ങി. സ്തോത്രം. ഊമർ സംസാരിക്കാൻ തുടങ്ങി. പട്ടണത്തിന്റെ അകത്തിൽ ഒരുപറ്റം ജനങ്ങൾ സുവിശേഷ വിരോധികൾ വന്ന് പ്രാർത്ഥനക്കാരെ ഉപദ്രവിക്കുമ്പോഴും തകർക്കുമ്പോഴും സഭ ചെതറിയോടുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ കേൾക്കണമോ? ദൈവം അപ്പോസ്തലന്മാരെ കൂടി വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സഭയെ തിരിച്ചു കൊണ്ടുവരിക. ഇന്ന് രാത്രിക്കാലം കേൾക്കണമോ? അങ്ങനെയിരിക്കുന്ന കാലഘട്ടങ്ങളില ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച ചെറുപ്പക്കാരെ ശൗലിനെ ദൈവം തൊട്ട് പൗലോസാക്കി മാറ്റിയത്. സുവിശേഷ വിരോധിയായിരിക്കുന്ന മനുഷ്യന്റെ അകത്തളത്തിൽ ചലിച്ച ദൈവത്തിന്റെ മഹത്വം അവനെ വേണ്ടി ലോകത്തിന് 5 വാൻകരകൾ അവന്റെ പേരിനെ മാറ്റി പ്രശസ്തനാക്കി. ഞാനും നിങ്ങളും അറിയത്തക്കവല്ല അവന്റെ പേര് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി ചേർത്തെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഒരുവനെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഉയർത്തുവെന്ന് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പറഞ്ഞു, ഈ 2025 നിങ്ങളുടെ ലൈഫിൽ ചില ഉയർച്ചകൾ വരാൻ പോകുന്നു. ഇനി താഴ്ചയല്ല, ഉയർച്ചയുടെ കാലഘട്ടമാ. തുള്ളൻ വെട്ടിക്കളി പച്ചപ്പുഴു തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ തിരികെ തരാമെന്ന് അരുളി ചെയ്ത യേശു പറയുന്നു. ഇന്ന് രാത്രിക്കാല കുഞ്ഞെ ഒരു സീസണുകളെ തുറക്കാൻ പോകുക. കഴിഞ്ഞ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ, സമാധാനത്തെ എന്റെ സ്വർഗം ചിലർക്ക് വേണ്ടി അത് വീണ്ടും അധികം തിരികെ തരാൻ പോകുക. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയമില്ലേ? സ്വർഗം അതിന് മറുപടി തരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ കേൾക്കണമോ? അവരുടെ സുവിശേഷ പ്രവർത്തനമാ പൗലോസ് എന്നൊരു മനുഷ്യൻ പുറത്തു വന്നത്. അവൻ സഭ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭ കരയാൻ തുടങ്ങി, അഭിഷിക്തന്മാർ കരയാൻ തുടങ്ങി. സുവിശേഷ വിരോധിയായിരിക്കുന്ന ആ മനുഷ്യനെ ദൈവം ആദ്യം തൊട്ടെന്ന്. എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥന മതി. ഇന്ത്യക്കകത്തിലായിരിക്കുന്ന സുവിശേഷ വിരോധികളെ ഉണർവിലേക്ക് നയിക്കാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ. നിങ്ങളുടെ ഏത് രാജ്യത്തിലായിരിക്കൊള്ളട്ടെ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഇന്ത്യക്കകത്ത് ചലനം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ശക്തിയുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥന ദേശത്തെ പിടിച്ചുകുലിക്കുന്നതാ. നിങ്ങളുടെ പ്രാർത്ഥന രാജ്യത്തെ ചലിപ്പിക്കുന്നതാ. യേശുവിന്റെ നാമത്തിൽ ആ സുവിശേഷ സത്യ ലോകത്തിന് 5 വൻകരകളിലേക്ക് കത്തി പടരുന്നത് പോണക്ക്, കാട്ടുതീ പടരുന്നത് പോണക്ക് കത്തിപ്പടർന്ന് ജനലക്ഷങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവെ പറയാം. അതുപോലെ യേശു ഇന്ന് രാത്രി ചിലരുടെ മേൽ അനോയിന്റ് തന്നിട്ടുണ്ട്. അധികാരം എടുത്ത് പ്രയോഗിച്ചോ? നിങ്ങളുടെ അധികാരം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡും ചലിക്കാത്ത വിഷയം ചലിക്കുമെന്ന്, മാറാത്ത രോഗം മാറുമെന്ന്. സ്തോത്രം. അത് ഏത് വിഷയമാണെങ്കിലും ഇന്ന് രാത്രി ദൈവം അതിനെ പൊട്ടിക്കും. ചിലരെ നോക്കി ആത്മാവിനെ പ്രവചിക്കുക. കുഞ്ഞെ, അധികാരത്തോടെ കൽപ്പിക്കുക. സ്വർഗം നിങ്ങൾ കൂടി ചില വൻ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രിക്കാർ ദൈവാത്മാ പറയുന്നു, ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം നിങ്ങളുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി വിഷയത്തിന് മധ്യ ദൈവം മറുപടി തരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കൽ ഈ മിനിസ്ട്രി ഈ മിനിസ്ട്രിയോട് ഇന്ന് രാത്രിക്കൽ ദൂത് കൈമാറുക. യേശുവിന്റെ നാമത്തിൽ കാർമൽ പ്രയർ ഇന്ന് രാത്രികൾ സ്വർഗം പറയുക. ഈ മിനിസ്ട്രിക്കകത്തതിൽ അസാധാരണ ദൈവപ്രവൃത്തി തുടങ്ങുന്ന നാളുകൾ വരാൻ പോകുന്ന ആത്മാവ് ഇന്ന് രാത്രിക്കലും പ്രവചിക്കുക. അസാനിക ഒത്തിരി രാജ്യത്തിന്റെ അകത്തളത്തിലേക്ക് ഈ മിനിസ്ട്രിക്കകത്തുള്ള മീറ്റിംഗിൽ പോകുന്നിട്ട് ആത്മാവ് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി ആൾക്കാർ മീറ്റിംഗിനകത്തത്തിലേക്ക് വരുന്നിട്ട് ആത്മാവ് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഗ്ലോബൽ അനേക രാജ്യത്തിന്റെ അകത്ത് ചലനത്തെ സൃഷ്ടിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് ആക്കി മാറാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുക. എണ്ണത്തിന് എണ്ണങ്ങൾ വർദ്ധിക്കുന്നു, ജനത്തിന് എണ്ണങ്ങൾ വർദ്ധിക്കുന്നു. ആത്മാവിൽ പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ
എന്നെ കാണിക്കുന്നു. 100 കണക്കിന് ആൾക്കാർ ഈ മീറ്റിംഗിനകത്തിൽ ഇരിക്കുന്ന ആത്മാവ് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റേ കനാദിയ അലേബ്രകമ നഗഡ റിഗന റിഗദ. ഒത്തിരി രാജ്യങ്ങൾ, ഒത്തിരി യൂറോപ്യൻ രാജ്യത്തിന്റെ അകത്ത് ഒത്തിരി പേര് അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താണ് ഞാൻ ആത്മാവിൽ കാണുകയെ. യേശുവിന്റെ നാമത്തിൽ റേബ്ര കമാനിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം ദൂത് പറയാം. ഈ 18-ാം തീയതി, ഈ മാസത്തിന്റെ 18-ാം തീയതി ഒരു വിടുതൽ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട നടക്കുമെന്ന് ഇന്ന് രാത്രി സ്വർഗ്ഗം പ്രവചിച്ചു പറയുക. ശക്തമായി പ്രാർത്ഥിച്ചോ. ഒത്തിരി വിഷയങ്ങൾക്ക് മറുപടി വരാൻ പോവുക. ഒത്തിരി രോഗികൾ സൗഖ്യമാകുമെന്ന് ദൈവം പറയുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചിട്ട് പല വിഷയം കുഴഞ്ഞു കിടക്കുന്ന അനുഭവത്തെ നിങ്ങളുടെ കരത്തിലെ പ്രാർത്ഥന വരുമ്പോ നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. വിഷയത്തിന് ചലനങ്ങൾ സൃഷ്ടിക്കത്തക്ക വേണ്ട ദൈവം അങ്ങനെ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമെന്നും ഇന്ന് രാത്രി സ്വർഗം ആവർത്തിച്ചു പ്രവചിക്കുക. ലൂബ സഖാമ സമാനിയ നഖാരിയ സമാധിയ ഖേനാസിയ ലേബ്രക ലോധാരിയ ചകാനി ഘടകസിയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബത്തിന് ഉള്ളറിയ ചില കുടുംബത്തിന് ഉള്ളറിയെ ലോക്കികൾ പൊളിയുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം അത് പൊളിയുന്നു. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ പൊളിയുക. ഞാൻ ഇന്ന് രാത്രിക്കാലം എന്റെ വാക്ക് വിരാമിടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റീബ്ര കമ നമ ദിയാനിയ അനാദികസ്യ. യേശുവിന്റെ നാമത്തിൽ നടക്കാത്ത ചില കാര്യങ്ങളെ നടത്തുവാൻ സ്വർഗമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെ, തേളുകളെ, ശത്രുക്കളെ സകല ബലത്തെ ചവിട്ടുക ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. ഇന്ന് രാത്രിക്ക് ദോഷം വരുത്താതെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ രേഖ ലഹാസിയ റമാനദി അനാദികസ്യ ലേബൽ കവന ഘടക സംധന ഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ശരീരം നോക്കി ആത്മാവിൽ പ്രവചിക്കുക. കുഞ്ഞെ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി മറുപടി തരാൻ കഴിവുള്ള സ്വർഗം ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യലുണ്ട്. 19 വ്യക്തിത്വങ്ങൾ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. സ്തോത്രം. മണിക്കൂർ 24 മണിക്കൂറുകൾ കഴിയുന്ന മുമ്പേ പലരുടെ വിഷയത്തിൽ മറുപടി വരാൻ പോവുക. ഒറ്റ രാത്രി കൊണ്ട് അഹ്റോന്റെ ഉണക്ക വടിയെ തളിർപ്പിച്ച ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഒരിക്കലും നടക്കാത്ത വിഷയത്തെ ചലത്തെ സൃഷ്ടിപ്പിക്കത്തക്കവണ്ണം എന്റെ സ്വർഗം അത്ഭുതം ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകൾ പുരുഷമടക്കം എല്ലാ കണ്ണുകളും നമുക്ക് അടയ്ക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോട്ട് കർത്താവെ നന്ദി പറയുക. കർത്താവെ അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുക. സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നല്ലോ. കർത്താവെ വചനം പഠിപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുക. ഈ വചനം വിശ്വസിക്കുക. ഞങ്ങളുടെ അവസാന ശ്വാസം പോകുന്ന സമയം വരെ ഒരു ശക്തിക്ക് ഞങ്ങൾ ജയിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുക. യേശുവിന്റെ നാമത്തിൽ ഇതിൽ കണക്ട് സകലരെ ഞാൻ അനുഗ്രഹിക്കുക. രോഗങ്ങൾ മാറട്ടെ, ശൂന്യതകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ ഇന്ന് രാത്രികൾ അഴിയപ്പെടട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയുടെ ചങ്ങലകളെ പൊട്ടിക്കുക. അഭിഷേകത്തിന്റെ അടുത്തൊരു ഡോർ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ കൽപ്പിക്കുക. ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുക. മഹത്വവും മാനവും എല്ലാം അങ്ങേക്കർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എനിക്ക് ഇത്രത്തോളം സമയത്തെ അനുവദിച്ചു കർത്താവിന്റെ ദാസികന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്ററെ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മൾ എല്ലാവരെയും ദൈവസനെ താഴ്ത്തി ഏൽപ്പിക്കാം. അന്ന് രാത്രികാലം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. രാത്രികാലം ദൈവദാസനെ കൂടെ ഒരു അധികാര കൈമാറ്റം എല്ലാവരുടെ മേലും പകർന്നിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. രാത്രികാലം എത്രത്തോളം സമയമില്ലാത്ത തിരക്കുകൾക്കിടയിലൊക്കെ വന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്നോട് പറഞ്ഞു ഓക്കെ പറഞ്ഞു, മറ്റൊന്നും പറയാതെ. അതുപോലെ ഇന്ന് പൽക്കാലം ഇത്രത്തോളം സമയം ആത്മാവിൽ നിറഞ്ഞ് സൂക്ഷിപ്പാൻ ദൈവദാസിനെ ദൈവയുടെയാക്കി കുടുംബമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൂടുതൽ രാജ്യങ്ങളിൽ അറിയപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒത്തിരി മാനിക്കട്ടെ, ഉയർത്തട്ടെ. ദൈവദാസൻ പ്രാർത്ഥിച്ച ആശീർവാദം കൂടെ പറഞ്ഞേക്കണേ. ഹല്ലേലൂയ. പാസ്റ്ററെ ആശീർവാദം കൂടെ. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് കർത്താവേ നന്ദി പറയുക. ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുക. ഇതിൽ കണക്റ്റിലെ ഓരോ വ്യക്തികളും ഞാൻ അനുഗ്രഹിക്കുക.
ദൈവത്തിന്റെ മഹത്വം ഓരോ കുടുംബത്തിന്മേൽ, തലമുറമേൽ ചലനമായി മാറട്ടെ. അഭിഷേകമെല്ലാം മുഖത്തെ തകർക്കുന്നതാ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓരോ ഫാമിലിക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിക്കുവാൻ കൽപ്പിക്കുക. എല്ലാ ബന്ധനത്തെ പൊട്ടിച്ചു കളയുക. ദൈവം അനുഗ്രഹിച്ചാട്ടെ, മിനിസ്ട്രി അനുഗ്രഹിച്ചാട്ടെ. മഹത്വമാനവുമെല്ലാം അങ്ങക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപയും നമ്മെ ആശ്രയിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം, കാവലും നടത്തിപ്പും ഇതിൽ കണക്റ്റായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. തുടർന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ കയറണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഓക്കെ. ഗ്രേസി സിസ്റ്റർ, ഞാൻ റീന ആണ്. എന്തോ പാസ്റ്റർ പ്രസംഗിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ തൈറോയിഡിന്റെ കൊളസ്ട്രോളിന്റെ കാര്യം. ഇന്ന് ഞാനിവിടെ ടെസ്റ്റ് ചെയ്തപ്പം കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, പക്ഷെ കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആ. പാസ്റ്ററെ, സോറി പാസ്റ്ററെ, ആ റീനസ്റ്റർ ഒക്കെ പറഞ്ഞ് കേട്ടായിരുന്നല്ലോ. ഞാൻ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, റീനസിസ്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, കൊളസ്ട്രോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിയ സഖാനഘടകസ്യ ദൈവത്തിന്റെ രക്തം ഞാൻ ഒഴുക്കിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കല ബ്ലഡിന്റെ സർക്കുലേഷനെ തടയുന്ന എല്ലാ കൊഴുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ അത് അലിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യത്തെ റിലീസ് ചെയ്യുക. ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം ആട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. വൈൻഡപ്പ് ചെയ്യാണ്.